ഈച്ച ചത്തത് എലി ചാവണ വരെ ഉള്ളൂ. അതായത് ഒന്നിനോടൊന്ന് അടുത്തൊന്ന് അതിന് വലിയ സംഭവം നടക്കുമ്പോൾ ഇത് മറക്കും എന്നുള്ളത്. പക്ഷെ കുറെ അധികം ഇല്ല. ഈ ഒരു മാസം പോലും ഡ്യൂറേഷൻ ഇല്ലാന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയാ ഒരു കണക്ഷൻ വരാൻ കാരണം എങ്ങനെയായിരുന്നു ശരിക്കും? ആളുടെ മുഖത്തോട്, ആളുടെ ലൈഫ് അറിയില്ല, ആ ഫേസിനോട് എന്തോ ഒരു അട്രാക്ഷൻ, അത് തന്നെ, അത് തോന്നി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പം റിപ്ലൈ തരാമെന്ന് ചോദിച്ചു. ഞാൻ അപ്പം എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങളെ മരണം വരെ നോക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ മോനോട് ഞാൻ പറഞ്ഞോട്ടെ ഇത് നിന്റെ അമ്മയാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഡയലോഗാണ്. അല്ല, എത്ര ഭംഗിയുള്ള പ്രപ്പോസൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലേ? എങ്ങനെയാണ് അപ്പം ശരിക്കും അങ്ങനെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഓൾറെഡി വിവാഹം കഴിക്കാതെ പിന്നെ എങ്ങനെയാണ് ലീഗലി ഡിവോഴ്സ് ആവുന്നത് എന്നുള്ള ഞാനല്ലല്ലോ അവരെ കല്യാണം കഴിച്ചത്, ഞാനാണ് അവരെ കല്യാണം. ഞാൻ അങ്ങോട്ട് ചെന്ന് അവരെ കുത്തിപ്പൊക്കുന്നില്ല, അവരുടെ ലൈഫിനെ ചകയുന്നില്ല. പിന്നെ ഈ കിടന്ന് ഈ കാണിക്കുന്നവരും പറയുന്നവരും അല്ല എൻ്റെ ലൈഫിനല്ലേ കുത്തിച്ചകഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ലീഗലി ചെയ്യാതെ ഡിവോഴ്സ് ചെയ്യുന്നത് ശരിക്കും ലീഗലി ചെയ്തോണ്ട് കൂടിയല്ലേ? ഡിവോഴ്സ് എടുത്ത് കാണിക്കട്ടെ, പേപ്പർ ഉണ്ടെങ്കിൽ അവർ കാണിച്ചോട്ടെ, എനിക്ക് എന്താണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മരണത്തിന് ശേഷം ഇത്രത്തോളം പഴി ഏൽക്കേണ്ടി വരുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു അദ്ദേഹം ഒന്നും അറിയുന്നില്ല, അദ്ദേഹം എന്തറിയാൻ ഒന്നും അറിയുന്നില്ല. ആളെ പറ്റി പറയാൻ ആൾ കേൾക്കണ്ടേ? ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ കേൾക്കണ്ടേ? ആൾ ഈ ലോകത്തിലോ ഈ ഭൂമിയിലോ ഇല്ല. വിട പറഞ്ഞു പോയിട്ട് 2 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നി ഇതൊരു 50 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പോകുന്ന തോന്നുന്നത്. സ്വന്തം ജീവിതാനുഭവങ്ങൾ ആലോചിച്ചാൽ തന്നെ സുഖമായിട്ട് കരയാലോ അല്ലേ? ഇല്ല, കണ്ണുനീരൊക്കെ വറ്റിപ്പോയവർക്ക് കരച്ചിൽ വരൂല. കരഞ്ഞറിഞ്ഞ് പറ്റിപ്പോയി എപ്പോഴേ ഇനി വല്ലോ കണ്ണിനകത്ത് കുത്തിയിട്ട് ഗ്ലിസറിൻ അതിനകത്ത് ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ഇനി ഇങ്ങനെ കരയിക്കണം. വരൂല്ല മോനെ. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു വെറൈറ്റി മീഡിയ പ്രസൻസ് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യം കൂടിയില്ല. ലൈവ് പോഡ്കാസ്റ്റിൽ വെറൈറ്റി മീഡിയയിൽ ഇത് 2ാമത്തെ ഊഴാണ്. മുമ്പും കുറേ വിശേഷങ്ങളുമായിട്ട് നമുക്കൊപ്പം ചേർന്ന രേണുസുതിയാണ്. സോ നമസ്കാരം. നമസ്കാരം. കുറേ ആലോചനയിലായിരുന്നല്ലോ. അല്ല, കേട്ടോണ്ടിരിക്കുവായിരുന്നു. ആക്ച്വലി രേണുസുതി പോലെ എനിക്ക് തോന്നുന്നു കുറേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള പ്രേക്ഷകരാണ് തോന്നുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ലൈവായി കണ്ട് ഓരോ ദിവസം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എവിടുന്ന് കിട്ടുന്ന ഇതിന് മാത്രം കോണ്ടന്റ് എന്നുള്ളതാണ്. അറിയില്ല, തന്നെ വരുന്നതാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല, തന്നെ വരുന്നതാണ്. ഇത് ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും? കാരണം ഇതിന് മാത്രം ഒരേ വിഷയത്തെ പറ്റിയിട്ട് മാത്രമല്ല, ഇപ്പോൾ പല വിഷയങ്ങളിലായിട്ട് കണക്ട് ചെയ്ത് വരുന്നു. രേണുസുതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ആർട്ട് അല്ലെങ്കിൽ അതിൽ എൻട്രി സൂചിച്ചതിന് കൊടുത്ത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത് എങ്ങനെ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചിന്തിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശരിക്കും? 2 വർഷം ഇതാന്ന് പറഞ്ഞു പോയി, പക്ഷെ അതിൻ്റെ ഒരു 2000 കണ്ടന്റ്സ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇതിൻ്റെ എവിടെ നിന്നൊക്കെയാണ് ഇത് ഉത്ഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തോ പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് പുതിയത് വന്നാലും നേരിടാനുള്ള ഒരൊറ്റ ചങ്കൂറ്റത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടോ ഇതിൽ? മനസ്സിലായില്ല. കാരണം ലൈവായിട്ട് നമ്മൾ നിൽക്കുന്നു, നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കുറേ അധികം പ്രൊജക്റ്റുകൾ നമ്മൾ വരുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് മൂവീസ് ആണെന്നുണ്ടെങ്കിലും മൂവി ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒപ്പം ലൈവായിട്ട് ഇപ്പോൾ എല്ലാവരും കുറേ പേര് ശ്രമിക്കുന്നൊരു കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടുന്ന പ്രൊജക്റ്റുകൾ മാത്രം പോരാ, നമ്മൾ കുറേ അധികം സോഷ്യൽ മീഡിയയിൽ കൂടി ആക്റ്റീവ് ആവണം എന്നുള്ളത് ഒരു ശ്രമം നടത്താറുണ്ട് പലരും. ശരിക്കും ഇത്തരം കോണ്ടന്റുകൾ വരുന്നതിൽ അത്തരത്തിലൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇങ്ങോട്ട് വരുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. ഇത്രയും അല്ലെങ്കിൽ ഒരു പക്ഷേ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നു, വിവാദങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്നൊരു ദിവസം ഇതൊന്നും ഇല്ലാതെയായി, സോഷ്യൽ മീഡിയ രേണുസുതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നേ ഇല്ല എന്നൊരു സ്റ്റേജ് വരുമ്പോൾ അത് എന്താ രേണുസുതിക്ക് സാധാരണ പോലെ ഹാൻഡിൽ ചെയ്യും. എനിക്കിപ്പോൾ എന്നും എൻ്റെ പേര് ചർച്ച ചെയ്യണമെന്നോ അല്ലെങ്കിൽ എൻ്റെ പേര് എപ്പോഴും പറയണമെന്നോ സോഷ്യൽ മീഡിയ ഞാൻ എപ്പോഴും നിൽക്കണമെന്നോ എന്ന് പറഞ്ഞൊരു ആളല്ല ഞാൻ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇങ്ങനെ വരണം അല്ലെങ്കിൽ ഹൈപ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയല്ല രേണുസുതി. എങ്ങനെയോ വന്നു പെട്ടു. ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു രേണുസുതി. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ പോലും. സോ അതിപ്പം നിന്ന് പോയാൽ പോലും ഞാനിങ്ങനെ നിൽക്കത്തുള്ളൂ, അല്ലാതെ ഞാനത് അക്സെപ്റ്റബിൾ ആണ്. അതുപോലും താഴെ പോയോ തളർന്നു പോകാനോ ഒന്നും ഒരുക്കമല്ല. ഇങ്ങനെ തന്നെ പോകും. എന്നെപ്പറ്റി പറഞ്ഞില്ലേലും പറഞ്ഞാലും ഞാൻ ആരാണോ, ഞാൻ എന്താണോ അതാണ് ഞാൻ.
ഉണ്ട്. ഈ സാധാരണ പറയുന്ന ഒരു പറച്ചിലുണ്ട്, ഈ ഈച്ച ചത്തത് എലി ചാവണ വരെ ഉള്ളൂ. അതായത് ഒന്നിനോടൊന്ന് അടുത്തൊന്ന് അതിന് വലിയ സംഭവം നടക്കുമ്പോൾ ഇത് മറക്കും എന്നുള്ളത്. പക്ഷെ കുറെ അധികം മറക്കുന്നില്ല. ഞാനത് ഓർത്തായിരുന്നു. ദൈവമേ, എന്താണത്? അതങ്ങനെ വരുന്നത് കാരണം ഒരു സംഭവം ഉണ്ടായി, അടുത്തൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ ശ്രദ്ധ അതിലോട്ട് മാറും. ഇത് സംഭവവികാസങ്ങൾ കേരളത്തിലെ തുടരെ സംഭവിക്കുന്നുണ്ട് ഇതിൽ തുടർച്ചയും. പക്ഷെ ഇത് അങ്ങോട്ട് പോവും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും രേണുസുതിയിലേക്ക് വരും. ഇതെങ്ങനെയാണ് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റണത്? അത് എവിടുന്ന് കിട്ടുന്നു ഈ ധൈര്യം? സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കാണാറില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. കാണാറില്ല, കേൾക്കാറേ ഉള്ളൂ. ഞാനും വിചാരിക്കുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, എന്നിട്ട് പറയാ അതൊന്നും കാണാറില്ല. അതില്ലേ ഇല്ല, ഇതൊന്നും കാണാറില്ല. എല്ലാം കേൾക്കുന്നുണ്ട്, എന്നെ അറിയിക്കുന്നുണ്ട് എല്ലാവരും, ഇങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളൊരു ചർച്ചയാണ്. രേണുസുതിക്ക് ശരിക്കും അങ്ങനെ ഒരു പാനൽ ഉണ്ടോ എന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഞാനൊന്നും കാണാറില്ല, ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് എല്ലാം അപ്ഡേറ്റഡ് ആണ്. അപ്പം എന്നെ ഇത് ഫ്രണ്ട്സ് വിളിച്ചറിയിക്കാറുണ്ട്, ഇന്നെ കുറച്ച് പേര് അപ്ഡേറ്റ്സ് തരാറുണ്ടെന്ന് പറയുന്നു. ഇത് ശരിക്കും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ? കാരണം ഇത് തന്നെയല്ല നടക്കുന്നത് 24 മണിക്കൂറും. ചിലപ്പം പറയടി വേറെ ആൾ വരുമ്പോൾ അടുത്ത് നീ ടെൻഷൻ അടിക്കണ്ട, മാറിക്കോളൂ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ. പക്ഷെ ഇത് മാറുന്നില്ല. വേറൊരു സംഭവം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം ആകത്തില്ല, പുറകെ വരും. തിരിച്ച് ഇതെന്താ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കാണത്തില്ല, സത്യമായിട്ട് കാണത്തില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്നുണ്ട് ഞാൻ. ഈ വന്നൊരു സംഭവം നടന്നു, അടുത്തേക്ക് പോയി തിരിച്ചു വരുന്നു പറയുന്നു. പക്ഷെ തിരിച്ചു വരുന്നത് മുമ്പ് സംസാരിച്ച വിഷയത്തിലല്ല, പുതിയ വിഷയം വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ പൂണൊക്കെ മുളയ്ക്കുന്ന പോലെ പുതിയത് പുതിയ വിഷയങ്ങൾ വരുമ്പോൾ ശരിക്കും മിണ്ടാതിരിക്കാൻ തോന്നിയിട്ടില്ല? അപ്പോൾ ശരിക്കും എന്തെങ്കിലും ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊതുവായിട്ടൊരു അഭിപ്രായം സ്റ്റേറ്റ്മെന്റ് പറയാൻ ഞാൻ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഉണ്ട്. അപ്പൊ ഞാനങ്ങ് മിണ്ടാതിരുന്നാൽ ഈ പ്രശ്നം അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല, അല്ല വരുന്ന കാര്യങ്ങൾക്കുള്ള റിയാക്ഷൻ കൊടുക്കലല്ല, ഞാനായിട്ട് അങ്ങനെ തോന്നാറുണ്ട്. നമ്മളായിട്ട് എന്തിനാ വെറുതെ മിണ്ടാതെ ഇരിക്കാം കുറച്ച് നാള് മൗനവ്രതം. പക്ഷെ എന്റെ പറ്റുന്നില്ല. മിണ്ടേണ്ട കാര്യങ്ങൾ മിണ്ടിയല്ലേ പറ്റത്തുള്ളൂ. മിണ്ടാതിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് 2 ദിവസമല്ലേ അതിന്റെ കാലാവധി. 2 ദിവസം മിണ്ടായിരുന്ന ചിലപ്പോൾ അടങ്ങുമായിരിക്കും. പക്ഷെ 3-ാമത്തെ ദിവസം മിണ്ടിക്കഴിഞ്ഞാൽ അടുത്ത പുതിയത് വരും. പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാനായിട്ടൊന്നിനുമില്ല. വരുന്നതിനെ ഒരു തരത്തിൽ നമ്മൾ പറയാറുണ്ട്, ഇങ്ങോട്ട് ചൊറിയുമ്പോൾ നമ്മൾ മാന്താറുണ്ട് എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇങ്ങോട്ട് വരുന്നതിന് നമ്മൾ റിയാക്ട് ചെയ്യും എന്നുള്ള സാധനം. ഞാനായിട്ടൊന്നും പറയാൻ തയ്യാറാവില്ല എന്നുള്ള രീതിയിലേക്ക്. എവിടെയാണ് ശരിക്കും ഇത്തരം ചർച്ചകളിലും വിശേഷങ്ങളിലും വീണ എന്നൊരു പേര് കടന്നു വന്നത്? അപ്പം എങ്ങനെയാണ് ശരിക്കും? ഞാൻ ആ പേര് പറയാറില്ല, പറയത്തുമില്ല. ഇല്ല, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ അത് കടന്നു, എല്ലാവർക്കും അറിയാം. ഞാൻ പക്ഷെ ആ പേര് പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു സോഷ്യൽ മീഡിയയിലും എൻ്റെ ഏത് ഇൻ്റർവ്യൂ എടുത്താലും ഞാൻ ആ ഒരു പേര് പറഞ്ഞിട്ടേ ഇല്ല. ശരിക്കും ഈ പൊതു സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും എവിടെയും ആളെക്കുറിച്ച് പേരെടുത്ത് പറയുന്നില്ല അല്ലെ? പറയും നമ്മൾ കാണുന്നില്ല. പക്ഷെ എൻ്റെ പേരെടുത്ത് പറയുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ പേര് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എന്തുകൊണ്ട് ശരിക്കും ആള് പറയുന്നത് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് 2 പേർക്ക് അറിയാവുന്ന ആളുകളുടെ അടുത്ത് പോലും എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ആള് പറയുന്നത്? കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുള്ളൂ. ലൈഫിൽ കണ്ടിട്ടില്ല, അവരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടും ഇല്ല. പിന്നെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ട് നേരിട്ട് സുധിച്ചേട്ടനുള്ള സമയത്ത് മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സുധിച്ചേട്ടൻ അത് കണ്ട് മേലെ അയക്കരുതെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. പക്ഷെ അതിന് മുമ്പായിട്ട് ആളായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു മാരീഡ് ലൈഫിൽ രേണുവിന്റെ മെസ്സേജ് കണ്ടു എന്നുള്ളതാണ് വീണ ശരിക്കും അവകാശപ്പെടുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ സുധിച്ചേട്ടൻ്റെ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നത് 2017 അന്ന് ഇങ്ങനെ ഒരു ഭാര്യ സുധിച്ചേട്ടൻ്റെയും കുഞ്ഞിൻ്റെ കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആരുടെയും ലൈഫിൽ എന്നാൽ പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് ഹസ്ബൻഡ് ഇല്ല അല്ലേ? ഏത് ഫാമിലിയിലും കയറി എനിക്ക് വേണമെങ്കിൽ അവരുടെ ബന്ധം തകർത്തിട്ട് ഏതൊന്നല്ല, നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളുമല്ല. ഒരു ഭാര്യയുള്ള ഒരു ഫാമിലിയിൽ ചെന്ന് അവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കുക അങ്ങനെ ഒരു ടൈപ്പല്ല ഞാൻ. എനിക്ക് താല്പര്യമില്ല. അപ്പം ഈ കുഞ്ഞിന് അമ്മയില്ല, സൂചിച്ചേട്ടന് വൈഫില്ല എന്നൊരു ഒറ്റ ഇതിലാണ് നമ്മൾ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ. അന്നേരം ഈ ഒരു പേരിൽ വന്ന ഈ വൈഫിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ല ശരിക്കും ഈ പേര് കേൾക്കുന്ന എപ്പോഴാണ്? രേണു അറിയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുന്നത്? സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതായത് രേണുവിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് അങ്ങനെ മുമ്പേ എന്ന് പറഞ്ഞാൽ 1 മാസം പോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ 1 മാസം പോലും സംസാരിച്ചിട്ടില്ല. ഞാനും സുധിച്ചേട്ടനും കല്യാണത്തിന് മുന്നേ പ്രേമിക്കുന്ന 1 മാസം പോലും പ്രേമിച്ചിട്ടും ഇല്ല സത്യം. 2017 ഒരു ഡിസംബറിലാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആളങ്ങനെ അധികം സംസാരിക്കുന്ന ടൈപ്പ് അല്ലെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഫോണിലൊന്നും സംസാരിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് ഹായ് അയച്ചിട്ടൊന്നും കിട്ടില്ല. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ എനിക്ക് റിപ്ലൈ തരുന്നത്. അപ്പം എപ്പോഴും ഒന്നും സംസാരിച്ചിട്ടില്ല. ഡിസംബർ ശരിക്കും എങ്ങനെയാ ഒരു മെസ്സേജ് ഒരു കണക്ഷൻ വരാനുള്ള ഒരു കാരണം ഇപ്പം എന്തായിരുന്നു ശരിക്കും സൂചിച്ചായിട്ട്? ഈ 1 മാസം പോലും ഡ്യൂറേഷൻ ഇല്ലാന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയാ ഒരു കണക്ഷൻ വരാൻ കാരണം എങ്ങനെയായിരുന്നു ശരിക്കും?
ഈ സുധിച്ചേട്ടനെ എനിക്ക് ഇതിൽ കണ്ടുള്ള ഇഷ്ടം ആയിരുന്നു. ഏതാ ജഗദീശന്റെ ഫിഗർ ചെയ്തിട്ട് അതുപോലെ ആള് കല്യാണ ചെറുക്കനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആളുടെ മുഖത്തോട്, ആളുടെ ലൈഫ് അറിയില്ല, ആളുടെ മുഖത്തിനെ ഒരു ഇഷ്ടം തോന്നി. ഞാൻ അങ്ങനെ കലാകാരനും അല്ല, ആ ഫേസിനോട് എന്തോ ഒരു അട്രാക്ഷൻ അത് തന്നെ, അത് തോന്നി. സത്യം പിന്നെ അതായിരുന്നു സത്യം. അപ്പം സുബീഷ് കിന്നസ് എന്ന് പറയുന്ന നമ്മുടെ ടമാർ പടാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞാൻ. ആ സമയത്ത് ആളുടെ അടുത്ത് ചോദിച്ചു നമ്പർ തരുമോ. അപ്പോൾ ആൾ പറഞ്ഞു പഴയൊരു നമ്പർ തന്നു. പഴയൊരു നമ്പർ, അത് യൂസ് ചെയ്യാത്ത നമ്പറാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പ്രോഗ്രാമിന് വരുവാണ് നമ്മുടെ സാജു നവോദയ ചേട്ടൻ, ദേവി ചന്ദന ചേച്ചി, സുധിച്ചേട്ടൻ. അന്ന് ഞാൻ എന്തോ ഡിപ്ലോമയ്ക്ക് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരിപ്പം വന്ന് നമ്മുടെ നാട്ടിൽ പള്ളിയിൽ ഒരു പരിപാടിക്ക് വരണം. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പള്ളി പരിപാടിയിൽ നമ്മൾ കലാകാരികളൊന്നും അല്ല, നമ്മളിപ്പം പള്ളിയിൽ ഇവരുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ സുധിച്ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അപ്പം ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഞാൻ ഈ സുധിച്ചേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചു ഞാൻ ചെന്ന് മിണ്ടിക്കോട്ടെ. അപ്പം എന്നോട് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു വേണ്ടടി പുള്ളി ഭയങ്കര ജാടയാണ്. ഞാൻ പറഞ്ഞു ജാടയായിരിക്കുമോ എന്ന് ചോദിച്ചു. ഇവർ കോമഡിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പപ്പ ആണെങ്കിൽ കിടന്ന് നിർബന്ധിച്ച് പെട്ടെന്ന് 10-11 മണിയായി പോവാന്ന്. അപ്പം ഞാനിങ്ങനെ മിണ്ടാൻ പറ്റിയില്ല. ലാസ്റ്റ് അവരുടെ ചെയിൻ സോങ് ആണ്. അപ്പോൾ ഇവരെല്ലാം നിന്ന് പാട്ട് പാടുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നി, മിണ്ടാൻ പറ്റിയില്ല, അത്ര അടുത്ത് വന്നിട്ട്. ആളെ ഞാൻ വായി നോക്കി നിന്ന് ആളെന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് തന്നെ എത്രയോ പേര് അവരെ നോക്കുന്നു. അപ്പം ഇങ്ങനെ പുള്ളിയെ തന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു സ്റ്റേജിൽ. പുള്ളി അവിടെ പുള്ളിയുടെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നമ്മൾ നിരാശയായിട്ട് പോയി. പുള്ളി അപ്പം ഞാൻ മെസ്സേജ് അയക്കുക ആൾക്ക്, മറ്റേ സുബീഷേട്ടന്. സുബീഷേട്ടാ ഇന്ന പോലെ ആളിവിടെ ഉണ്ട്, എന്താ ജാടയായിരിക്കും, നീ എന്നാലും ചെന്ന് പിന്നെ പ്രോഗ്രാം കഴിഞ്ഞാൽ നീ എന്ന് മിണ്ട്, ചിലപ്പം പാവായിരിക്കും, ആളെന്നെ കളിയൊക്കെ ജാടയായിരിക്കും. ഞാൻ പറഞ്ഞു എങ്ങനെ എനിക്കറിയില്ല, സുബീഷേൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് ഇടിച്ച് കയറട്ടെ. കാരണം പക്ഷേ പപ്പ വന്ന് നിർബന്ധിച്ച്, പപ്പയുടെ സ്വഭാവം വേഗത്ത് മാറിയാണോ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ നാളെ, ഉറക്കം കളിക്കും. പുള്ളി വിളിച്ചോണ്ട് പോയപ്പോൾ ഭയങ്കര ഇതായിപ്പോയി. അപ്പൊ സുചേട്ടൻ ആ ചാൻസ് മിസ്സായി. ആ പരിപാടി കഴിഞ്ഞ മുമ്പ് പപ്പ വിളിച്ചോണ്ടോയി, നിരാശയായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് സുബീഷ് ചേട്ടൻ പുതിയ നമ്പർ തരുന്നത്. അപ്പം ഞാൻ പിണങ്ങി ചേട്ടനോട് ഇനി മിണ്ടത്തില്ല, പഴയ നമ്പർ തന്നിട്ടിരിക്കും, പുതിയ നമ്പർ രേണു എൻ്റെ ഇല്ല, ഞാൻ എങ്ങനെയല്ലോ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു. പിന്നെ സുധിച്ചേട്ടൻ്റെ പുതിയ നമ്പർ തന്നു, കിട്ടി, അയച്ചു. അതും 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഇതാരാ മക്കളെ അങ്ങനെ ചോദിക്കണം, ഇതാരാ മക്കളെ. അപ്പം ഞാൻ സുബീഷേൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ ആളുടെ ഫ്രണ്ടാണെന്ന്. ആണോ, ഓക്കെ. അത് കഴിഞ്ഞ് സംസാരിച്ചെല്ലാം വന്നു കഴിഞ്ഞ് ഒരു ദിവസം കുറേ സംസാരിച്ചു. ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ എറണാകുളം വൈറ്റിലയിൽ ശ്വാസം എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവർ, സുധിച്ചേട്ടനും മോനും. ഞങ്ങളെ കാണാൻ വരാമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ സുധിച്ചേട്ടൻ എന്തോ ഒരു പ്രേമം ലെവലിൽ വന്നു കഴിഞ്ഞു. ആളുടെ ലൈഫിനെ പറ്റി പറഞ്ഞു. മോന് അമ്മയില്ല, അമ്മ ഇങ്ങനെ വേറെ പോയി കല്യാണമൊക്കെ കഴിച്ചു. മോൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ കൂടെയാണ് എപ്പോഴും, ഞാൻ അവൻ്റെ കൂടെയാണ് എപ്പോഴും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു DP ആരാന്ന്, മോനാന്ന് പറഞ്ഞു. അവൻ കുഞ്ഞായിരുന്നു, അന്ന് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരുമോ, ഞാൻ പറഞ്ഞോട്ടെ നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞോട്ടെ. കിച്ചുവിനോട് പറഞ്ഞോട്ടെ ഇത് നിന്റെ അമ്മയാണ്. കുറച്ച് നാൾ കൊണ്ടാണ്, കുറച്ച് ദിവസം കൊണ്ടാണ് സംസാരിച്ചത്. ഈ സംസാരം ചാറ്റ് തുടങ്ങി വളരെ കുറച്ച് ദിവസങ്ങൾ, ചാറ്റല്ല, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കോൾ ചെയ്ത് സംസാരിച്ച് അവരുടെ ആളുടെ ലൈഫ് കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞു, എൻ്റെ ലൈഫ് പറഞ്ഞു. അന്നേരം അമ്മയില്ല, അമ്മയില്ല, ഞങ്ങളിങ്ങനെ അല്ല ശരിക്കും ഈ കിച്ചുവിനോട് അമ്മയാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലേക്ക് ഫസ്റ്റ് ഒരു പ്രപ്പോസൽ ലൈൻ വരുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഞാൻ ആരാധന ഉള്ള രീതിയിലല്ല സംസാരം, ആരാധന ആൾക്ക്. പിന്നെ ആൾ എന്നോട് പറഞ്ഞു സാധാരണ ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണത് എനിക്കൊരു അവസരം തരുമോ ക്യാമറയ്ക്ക് മുന്നിൽ കോമഡി. പക്ഷെ വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ലൈഫിനെ പറ്റി, അതായത് വേറെ എന്തെങ്കിലും ഫുഡ് കഴിച്ചോ കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു വെറൈറ്റി. ശരിക്കും അങ്ങനെ ചോദിക്കാൻ മാത്രം ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ, എൻ്റെ മകന് അമ്മയായിട്ട് ഉണ്ടാവണമെങ്കിൽ നല്ലതായിരിക്കണം എന്ന് തോന്നണമെങ്കിൽ അത്തരത്തിലൊരു സമയത്ത് എൻ്റെ ആദ്യത്തെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൈഫ് ബ്രേക്കായിട്ട് ഞാൻ അത് ലീഗലി ഒന്നും ആയിട്ടില്ല. അത് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം, അവർക്ക് താല്പര്യമില്ല. അപ്പം അവരുടെ പ്രൈവസിയെ മാനിച്ച് നമ്മൾ അത് പറയണ്ട, പേരോ പോലൊന്നും പറയണ്ട. വേറെ ലൈഫ്
ലൈഫും മക്കളും ഒക്കെ ആയിട്ട് അവർ എനിക്ക് അറിയത്ത് പോലും ഇല്ല അവരെവിടെ, അവർ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ. പിന്നെ അത് ആലോചന വന്ന് ആലോചിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഒരു 1 മന്ത് പോലും നിന്നിട്ടില്ല. നമുക്ക് അറിയായിരുന്നു അത് നിൽക്കൂല, അവർക്കും അറിയായിരുന്നു ചേരത്തില്ലായിരുന്നു ഒരിക്കലും. ലീഗലി വന്നില്ലായിരുന്നു. ഇല്ല, ഒരു കുറച്ച് ദിവസം എടുക്കണമല്ലോ ലീഗലി വരാൻ വേണ്ടി. ഒന്നും ആയിട്ടില്ലായിരുന്നു. ഒരു മാസം, ഒരു 2-3 ദിവസം പോലും നിന്നിട്ടില്ല. അതങ്ങനെ ഒരു ഇതായിട്ടങ്ങ് പോയി. ഒന്നും ആയിട്ടില്ല. അത് ഇങ്ങനെ പോയി. ആ സമയത്ത് ഇങ്ങനെ ഏവിയേഷൻ, അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏവിയേഷന് ചേർന്നത്. ഫ്ലൈവിങ്സ് എന്ന് പറയുന്ന ഒരു കോളേജ് ചങ്ങനാശ്ശേരി. അപ്പോഴാണ് സുധിച്ചേട്ടൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, പൊന്നു എന്നാന്ന് തോന്നുന്നു ആദ്യം വിളിച്ചത്, വാവക്കുട്ടയല്ലേ വിളിച്ചത്. വാവക്കുട്ടനിലേക്ക് എത്തിയിട്ടില്ല. വാവക്കുട്ടനെ അപ്പം എന്നോട് ചോദിച്ചു, എൻ്റെ മോനോട് പറഞ്ഞോട്ടെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അപ്പം റിപ്ലൈ തരാമെന്ന് ചോദിച്ചു. ഞാൻ അപ്പം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആലോചിക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് പറയാന്ന് വെച്ചിട്ട് കാത്തിരിക്കുന്ന പോലെ അങ്ങോട്ട് പറയട്ടെ. ശരിക്കും സുചേട്ടൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലും റീണ അങ്ങോട്ട് പറയായിരുന്നു. പിന്നല്ലേ എത്ര നാൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ശരിക്കും അങ്ങനെ ഇഷ്ടമുണ്ട്, രേണുവിന് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നുള്ള ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആളുടെ ലൈഫ്, സത്യം പറഞ്ഞ ആൾക്ക് വൈഫ് ഇല്ലായിരുന്നോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നുണ്ട്, അന്ന് സുചേട്ടൻ മേരീഡ് അല്ലെങ്കിൽ ഇതുപോലെ മകനുണ്ട് എന്നുള്ളത് അറിയണേക്കാൾ അന്ന് അറിയുവാണ് ഞാൻ, മിണ്ടുന്ന എന്ന് അറിയുവാണ്, സംസാരിക്കുന്ന കോളി കണ്ടപ്പോഴാണ് ഞാൻ ചോദിക്കും, മിണ്ടാ ഒരു സ്പേസ് കിട്ടണ്ടേ മിണ്ടാൻ. ആള് തിരക്കായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഹായ് ചോറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളി വല്ലപ്പോഴും മെസ്സേജ് തിരിച്ച് റിപ്ലൈ തരും, അങ്ങനെ അല്ലാതെ ഒന്നും ഇല്ലാതെ. അപ്പം ആ ഒരു സമയത്താണ് ആൾക്ക് മിണ്ടാനും സമയമൊക്കെ തോന്നി ഞാനും മിണ്ടിയത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വിചാരം ഞാൻ പറയാണ്, ഇനിയും വൈഫ് എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പം പറഞ്ഞ് മോനെ അമ്മയില്ലെന്നാ പറഞ്ഞു. വൈഫ് എന്ത് ചെയ്യാ ചേട്ടാന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ സുബീഷേട്ടനൊന്നും പറയുന്നുമില്ല, ആൾക്ക് വൈഫില്ലാന്നൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് വൈഫ് എന്ത് ചേട്ടാ. അപ്പം എൻ്റെ വിചാരം എന്നാന്നറിയോ, ഇനി സെക്കൻഡ് ഡെലിവറിക്ക് വല്ല വീട്ടിൽ പോയതാണോ നമുക്കറിയില്ലല്ലോ. വൈഫ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ. അപ്പം പ്രേമം അല്ലല്ലോ, എനിക്കറിയത്തില്ലോ ആൾക്ക് വൈഫില്ലെന്ന്. വൈഫുള്ള ആളെ ഞാൻ എങ്ങനെ പ്രേമിക്കുന്നത്? അല്ല, ശരിക്കും വൈഫ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഇഷ്ടം ഒന്ന് പോയായിരുന്നു. വൈഫ് ഉണ്ടെന്നല്ല, മാരീഡ് ആണ്, കുട്ടിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഇത് പ്രേമിക്കാനല്ലല്ലോ ആളെ, നമ്മുടെ ഇഷ്ടം, നമുക്കിഷ്ടമാണ്, ആരാധനയാന്ന് പറഞ്ഞല്ലേ നമ്മൾ വന്നത്. അപ്പം അപ്പോഴാണ് അറിയുന്നത് വൈഫില്ല. മോനെ മനസ്സിലിടു പൊട്ടി. ഞാനും ഇങ്ങനെ ലഡു പൊട്ടി. സത്യം പറഞ്ഞ ദൈവസത്യം കേട്ടോ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, മോളെ മനസ്സിൽ ലഡു പൊട്ടി. അങ്ങനെയല്ല, വൈഫില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കിഷ്ടമാണ്, രേണുവിനെ പൊന്നുവിനെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങളെ മരണം വരെ നോക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ മോനോട് ഞാൻ പറഞ്ഞോട്ടെ ഇത് നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞോട്ടെ. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഡയലോഗാണ്. നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളെ 2 പേരെ നോക്കിക്കോളാം, പക്ഷെ അത് മാത്രം പണിപാളി. എൻ്റെ മരണം വരെ നോക്കാൻ പറ്റിയില്ലല്ലോ ആളെ, അത് മാത്രം. അത് കഴിഞ്ഞ് 2 ദിവസം ഫെബ്രുവരി ആ മാസത്തിൽ തന്നെ 8-ാം തീയതിയാണെന്ന് തോന്നുന്നു, എൻ്റെ മനസ്സിലെ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. 8-ാം തീയതിയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവരെ ശ്വാസിൽ വെച്ച് ഇവരെ 2 പേരെ ഒരുമിച്ച് കാണുന്നത്, സുധിച്ചേട്ടൻ്റെ മോനെ ഒരുമിച്ച് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സിസ്റ്റർ എന്നായിരുന്നു ചേട്ടൻ ഇട്ടത് എൻ്റെ നമ്പർ. സിസ്റ്റർ എന്നാണ് ഞാൻ അറിഞ്ഞത്. സിസ്റ്റർ, കാരണം വീട്ടുകാർ പിടിക്കത്തില്ല എന്ന് ഓർത്തിട്ടായിരിക്കും. വൈഫ് ഇല്ല ആ സമയത്ത് വീട്ടിൽ ഇല്ലല്ലോ. അപ്പം ചേട്ടൻ ഇങ്ങനെ മാറിയപ്പം എന്നോട് പിന്നെ ചേട്ടൻ്റെ വൈഫാണ് പറഞ്ഞത്, രേണു സിസ്റ്റർ വിളിക്കുമ്പോൾ സുധി പറമ്പിൽ പോയൊക്കെ സംസാരിക്കും, ഇതെന്തുവാടാ പിന്നെയല്ലേ അറിയുന്ന ഇങ്ങനെ ഒരു സംഭവമാണ്. അന്ന് എന്നെ കിച്ചു അമ്മയെന്ന് വിളിച്ചു, വേറൊന്നുമല്ല. അന്ന് എന്താ പറയുക, കിച്ചു പറഞ്ഞ് ഞങ്ങൾ കുറേ എന്താ പറയുക പുറത്തൊക്കെ പോയി. അന്നാന്ന് തോന്നുന്നു ഒരു സാലറി വരുവാ ചോദിച്ചേട്ടൻ എന്തോ ഒരു, അപ്പം 10, എൻ്റെ ഓർമ്മ ശരിയാണ് 25,000 അങ്ങനെ എന്തോ വന്നേക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, നീ വന്ന ഉടനെ മോള് വന്ന ഉടനെ നമുക്ക് ഇത്രയും പൈസ കിട്ടി അല്ലേ കിച്ചൂട്ടാ, നമുക്ക് മോക്ക് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട ചേട്ടാ, എനിക്കെന്തിനാ പൈസ? അപ്പോൾ പുള്ളി ഓർത്ത് പൈസ ഒന്നും വേണ്ടെന്നോ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പൈസയ്ക്ക് വന്നതല്ല, ഞാൻ നിങ്ങളെ കാണാൻ വന്നാ, നിങ്ങളെ അവർക്ക് ആയി. അപ്പം ഇവർ രണ്ട് ഭയങ്കര കൂട്ടം, അച്ഛനും മോനും ഭയങ്കര കൂട്ടം, കൂട്ടുകാരെ പോലെ. അപ്പം എന്നെ അത് അത്ഭുതപ്പെടുത്തി. ആ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടിയപ്പം രസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു 7-8 മാസത്തോളം ഈ ഒരു ബന്ധം എല്ലാ മാസവും ചെന്ന് കാണും. ഇവിടെ തന്നെ വരും, റിയാനി സൂചേട്ടൻ വരും, മോനും വരും. വല്ലപ്പോഴും ചേട്ടൻ ഒറ്റയ്ക്ക് വരും, ഞാൻ വന്ന് കാണും. വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് വന്ന് കാണും.
ഓക്കെ ഇവരെ കാണുമായിരുന്നു. തിരിച്ചു അങ്ങനെ 7-8 മാസം ഇങ്ങനെ അങ്ങ് പോയി. ഓക്കെ. ആ പിന്നെയാണ് താലി കെട്ടിയത്. എനിക്കൊന്ന് ദിലീപേട്ടൻ്റെ ഒരു ഷോ ഉണ്ട്. അല്ല അപ്പോൾ ശരിക്കും നേരത്തെ പറഞ്ഞ ശരിക്കും കല്യാണത്തിന് 1 മാസം മുമ്പേ സംസാരിച്ചിട്ടുള്ളൂ, എപ്പോഴേക്കും കല്യാണമായി എന്ന് പറഞ്ഞത്? അപ്പം എന്താ? കല്യാണമായിട്ടില്ലല്ലോ. 2017 മെയ് 7-ാം തീയതിയാണ് രജിസ്റ്റർ മാരേജ് ആണ് കല്യാണം ഒന്നും, അല്ലാതെ താലികെട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. മിന്ന് കെട്ടിയത് ഈ 8 മാസം ഗ്യാപ്പില്ലേ, അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് ഫ്രണ്ട്സും ഈ ശ്വാസിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബ്യൂകളൊക്കെ വായിക്കുന്നൊരു മനോജ് ചേട്ടൻ, പിന്നെ ഒരു ഗിരീഷ് ചേട്ടൻ ഈ ഫ്ലാറ്റിൽ, അവരുടെ ഫ്ലാറ്റിൽ കുറച്ച് പേര്, ഗിരീഷ് ചേട്ടനാന്ന് തോന്നുന്നു താലിക്ക് എല്ലാം ഏർപ്പാടാക്കിയ കിച്ചു ഞാനും സൂചേട്ടനും ഈ ലുലു മാളിൽ ചെന്ന് താലി വേണോ മിന്ന് വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ പറഞ്ഞു എനിക്ക് മിന്ന് മതി കേട്ടോ. അങ്ങനെ മിന്ന് മേടിച്ച് മിന്ന് മേടിച്ചിട്ട് അമ്പലത്തിൽ, ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ വൈറ്റിലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ചരട് പൂജിച്ച് ശ്വാസിൽ വന്ന് പാട്ടൊക്കെ, ഭയങ്കര പാട്ടും പാർട്ടിയൊക്കെ, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. എന്നിട്ട് ഇവരുടെ എല്ലാവരുടെ മുന്നിൽ, കിച്ചുവിൻ്റെ മുന്നിൽ, കിച്ചു ആണെന്ന് തോന്നുന്നു എടുത്ത് തന്നത്, കൊടുത്തത്, കെട്ടി. അങ്ങനെ ഞാൻ മാലയിലിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് പിടിച്ചത്, പൊക്കിയത്. ചേച്ചിയാണ് പൊക്കിയത്. അപ്പോൾ വീട്ടിലറിയില്ലായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ? ഇല്ലായിരുന്നു. വീട്ടിൽ അറിയിക്കാൻ ശ്രമം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അറിയിച്ചില്ല. കുറേ നാൾ അവരുടെ അനുവാദത്തോട് കൂടി ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. കുറച്ച് അന്നേരമാണ് ദിലീപേണ്ട ഒരു ഷോ വന്നത്. 2017 സമയത്താന്ന് തോന്നുന്നു. സൂചേട്ടനും പോയായിരുന്നു. വിഷ്ണുവിന്റെ പകരം വിഷ്ണുവിന് എന്തോ കൈക്ക് വയ്യാതായപ്പോൾ സൂചേട്ടനെയാണ് വിളിച്ചത്. പെണ്ണായിട്ടാണ് സൂചേട്ടൻ അന്ന്. കുറേ അമേരിക്ക ഫുൾ, USA എല്ലായിടത്തും ഷോ ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയ സമയത്ത് അപ്പം എന്നോട് പറഞ്ഞ വാവുട്ടെ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് നമുക്കിതെല്ലാം പറയാം. പക്ഷെ അവിടെ പോയപ്പോൾ തന്നെ വീട്ടിൽ ഇത് പിടിച്ചു. ഇതെന്തുവാ സംഭവം? അപ്പം കാരണം ആ ഒരു ബന്ധം കഴിഞ്ഞല്ലോ, പിന്നെ ആ ഒരു ബന്ധത്തിൽ മിന്നൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മതപ്രകാരമായിരുന്നു. സോ അങ്ങനെ അതാ ഞാൻ പിന്നെ എപ്പോഴും എടുത്ത് പറയുന്നത്, ഞാൻ കള്ളവല്ല പറയുന്നത്. സുധിച്ചേട്ടനാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും മിന്ന് കിട്ടിയെന്ന് ഞാൻ ഈ പറയുന്നത്. സൈനില്ല, അതൊരു വേറൊരു മതപ്രകാരമുള്ള കല്യാണമായിരുന്നു. അതിന് മിന്നൊന്നും ഇല്ലായിരുന്നു. സോ അതാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈഫിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് മിന്ന് കിട്ടിയതും രജിസ്റ്റർ മാരേജ് ചെയ്തതും സൂചിച്ചേട്ടൻ മാത്രമാണെന്ന്. അപ്പം ചേട്ടൻ അപ്പം മിന്ന് പിടിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പൊക്കിയവർ. അപ്പം പിന്നെ നാട്ടിൽ വന്നു, സൂചിച്ചേട്ടൻ നാട്ടിൽ വന്നപ്പം പപ്പായും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെ വിളിച്ച് രണ്ടുപേരും മോനെ ഫോൺ എടുത്തത്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല, കുളിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അറിയുന്നത് പേടിച്ച് ബാത്റൂമിൽ കയറിയിരിക്കുവായിരുന്നു. അമ്മയുടെ വീട്ടുകാർ വിളിക്കുന്നതുകൊണ്ട് പേടിച്ച് ബാത്റൂമിൽ കയറിയിരിക്കുവായിരുന്നു പാവം. പിന്നെ പപ്പായും അമ്മയൊക്കെ വിളിച്ച് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ ഇവിടെ ആയിട്ട് നിന്ന്. കൊച്ചിന് പഠിത്തമുള്ളതുകൊണ്ട് സൂചേട്ടൻ്റെ മോനും വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ച വെളുപ്പിനെ പോകും. എൻ്റെ വീട്ടിൽ നിന്നിട്ട് തിങ്കളാഴ്ച. കുറേ നാൾ കഴിഞ്ഞപ്പോൾ രജിസ്റ്റർ മാരേജ്, മെയ് മാസത്തിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. രജിസ്റ്റർ കഴിഞ്ഞപ്പോൾ എന്നെ കൊല്ലത്ത് കൊണ്ടുപോയി. കൊല്ലത്തെ വീട്ടിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അവിടെ അമ്മ ഉണ്ടായിരുന്നു, സൂചേട്ടൻ്റെ അമ്മ, ചേട്ടൻ്റെ വൈഫ്, 2 പെൺപിള്ളേർ. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു വാക്ക് തന്നായിരുന്നു. എനിക്ക് പുണ്യാളം ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും പോകണം. അപ്പോൾ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഞാനില്ലെങ്കിൽ പോലും കിച്ചുവും നീയും വെള്ളിയാഴ്ച അവൻ്റെ സ്കൂള് കഴിഞ്ഞ് ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച വെളുപ്പിന് വന്നിട്ട് കൊല്ലത്തോട്ട് പോകണം. ആ ഒരു പ്രക്രിയ എല്ലാ വെള്ളിയാഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത്രയും കാലം അത്ര സംസാരിച്ചു, ഏകദേശം ഒരു 6-7 മാസം സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു ഇഷ്ടമാവുന്നൊരു മാസം, അതിനുശേഷം ഇത്രയും നാൾ ഉണ്ടായിരുന്നു കല്യാണത്തിലേക്ക് പോകണം. ഈ കാലയളവിൽ ഒരിക്കൽ പോലും ഈ വീണ എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരു ലൈഫിനെ പറ്റി പുള്ളിക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് സ്റ്റാർ മാജിക് ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ആള് പറഞ്ഞ ആ കാര്യം. അതായത് എനിക്ക് ദൈവമായിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം, അത് ആ സ്റ്റാർ മാജിക്കിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹം മരിച്ചതിന് ശേഷം പറഞ്ഞ ക്യാമറയിലൊന്നും ചെയ്തതല്ല. ആള് വന്ന് പറഞ്ഞാണ്, നേരിട്ട് പറഞ്ഞാണ്. എൻ്റെ ആദ്യത്തെ വൈഫ് പോയതിന് ശേഷം എനിക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന രണ്ടാമത് ദൈവമായിട്ട് കൊണ്ടുവന്ന വൈഫാണ് എൻ്റെ. ശരിക്കും സൂചിച്ചേട്ടൻ ഈ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ആളെ പറയുന്നത് ഏത് രീതിയിലാണ് വിശേഷിപ്പിച്ചിരുന്നത്? കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് വൈഫായിരുന്നു, എക്സ് ആയിരുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഇങ്ങനെ ഇതില്ലാതെ നിന്നപ്പം, വൈഫില്ലാതെ നിന്നപ്പോൾ ഇവരിങ്ങനെ വന്നു. അന്നും അവർക്ക് വേറെ ലൈഫ് ഉണ്ടായിരുന്നോ അങ്ങനെ എന്തോ സംതിങ് ആണ് പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും തിരക്കാൻ. വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലേക്കല്ലേ? വിവാഹം കഴിച്ചു, പക്ഷെ അതിന്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോസോ ഒന്നും എനിക്കറിയില്ല. ഞാൻ സുചേട്ടൻ പറഞ്ഞത് ശരിക്കും എങ്ങനെയാ, വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലേക്കാണോ? മുമ്പ് രേണു പറഞ്ഞിട്ടുണ്ടത് വിവാഹം കഴിച്ചില്ല എന്നുള്ള രീതിയിലേക്കായിരുന്നു. ലൈഫ് ഉണ്ടായിരുന്നത് മാത്രമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ലൈഫ് ശരിക്കും ലീഗലായിരുന്നു? അപ്പോൾ അല്ല,
അല്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെന്നാണ് ആ വീട്ടുകാരിൽ നിന്നും അറിഞ്ഞ കാര്യം. ആദ്യത്തെ വൈഫിനെയും ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നെ മാത്രമായിരുന്നു ലീഗലി കല്യാണം കഴിച്ചെന്ന്. എങ്ങനെയാണ് അപ്പോൾ ശരിക്കും അങ്ങനെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഓൾറെഡി വിവാഹം കഴിക്കാതെ പിന്നെ എങ്ങനെയാണ് ലീഗലി ഡിവോഴ്സ് ആവുന്നത് എന്നുള്ള സാധനം. ഞാനല്ലല്ലോ അവരെ കല്യാണം കഴിച്ചത്, ഞാനാണോ അവരെ കല്യാണം കഴിച്ചത്? ശരിക്കും അത്തരത്തിലൊരു ശരി അന്ന് സുധിച്ചേട്ടൻ 2 വർഷം 3-4 വർഷം മുന്നെയാണ് ഈ സ്റ്റാർ മാജിക്കിൽ വന്ന് പറഞ്ഞത്. അന്ന് ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ അന്ന് പറയായിരുന്നല്ലോ, ഇന്ന് മരിച്ചു പോയില്ലേ, ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ശരി, അദ്ദേഹമാണ് കല്യാണം കഴിച്ചതെങ്കിൽ അദ്ദേഹത്തെ ഇപ്പം മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട് ഈ പറയുന്നതിന്. ബുദ്ധിയുള്ളതും മനസാക്ഷിയുള്ളതും മനുഷ്യർക്ക് മനസ്സിലാവുമല്ലോ, ആള് മരിച്ചു പോയില്ലേ, അല്ലെങ്കിൽ ഇപ്പം ആക്സിഡന്റ് വന്നിട്ട് ഇപ്പം ഒരു കോമ സ്റ്റേജിൽ കിടന്നെന്ന് വെച്ചു, എങ്കിൽ പോലും അവർ പറഞ്ഞെങ്കിൽ അർത്ഥമുണ്ടെന്ന് വെക്കാം. മരിച്ചു പോയില്ലേ, ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുമില്ല, പിന്നെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്? ശരിക്കും ഇങ്ങനെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും ലീഗലി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെ മാരീഡ് ലൈഫ് വിളിച്ചു ചോദിക്കാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അറിയുന്ന സമയം എന്തിനാണ് എന്നെ പറ്റി എൻ്റെ പഴയ ലൈഫിനെ പറ്റി ആളെ ചകഞ്ഞ് നോക്കുന്നില്ല. എന്നോട് അതാണ് ഞങ്ങളുടെ ലൈഫ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇതാണ്. എന്നോട് അദ്ദേഹം ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, പഴയ ലൈഫ് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്നും പറയരുത്. അറിയാതെ പോലും പഴയ ലൈഫ്, അതായത് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ള കിച്ചുവിൻ്റെ അമ്മയുടെ പേര് വെച്ചിട്ടേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ശാലിനിയെ പോലെയാണ്, ശാലിനി നായർ, ശാലിനി ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആൾ മരിച്ചുപോയി, ഒരുപാട് സങ്കടമുണ്ട്. കാരണം മരിക്കുന്നതിന് കുറേ നാൾ മുന്നേ എൻ്റെ അടുത്ത് മിണ്ടിയായിരുന്ന ആള് എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് കുഞ്ഞെന്തിയെ സുഖമായിട്ടിരിക്കുന്നത്, അതും മെസ്സഞ്ചറിൽ, അപ്പം മെസ്സഞ്ചറിൽ മിണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ലോക്ക്ഡൗൺ ടൈമിൽ പിന്നെയാണ് അറിയുന്നത് ആൾ മരിച്ചു പോയെന്ന് അറിയുന്നത്. ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് എന്നോട് തുടക്കം ചോദിച്ചു, ആ ആളെ പറ്റി എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. കാരണം ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്നോട് പിണക്കം ഉണ്ട് രേണു, അക്സെപ്റ്റ് ചെയ്തല്ലോ ഞാൻ ചോദിച്ചത് എന്തിനാണ് കുട്ടിയുടെ അടുത്ത് പിണക്കം, എനിക്ക് ഒരു പിണക്കവും ഇല്ല, സന്തോഷവും എന്ന് പറഞ്ഞു. അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ മിണ്ടിയപ്പം. അയ്യോ, മൂത്ത മോനെ പറ്റി ചോദിച്ചു, കിച്ചുവിനെ പറ്റി അവർ ചോദിച്ചില്ല, ഇനി എനിക്ക് വല്ല വിഷമാവോന്ന് ഓർത്തായിരുന്നു. കുഞ്ഞെന്തിയെ സുഖമായിട്ടിരിക്കുന്നു, ഇവിടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, 4 വയസ്സായി, അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയും, ഇപ്പം വർക്കൊന്നുമില്ല, ആകപ്പാടെ ഇതാ, ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോവാണ്, എനിക്കൊന്ന് രേണുവിനെ ഒറ്റ തവണ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡും മോനും അടുത്തുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത മോനും അടുത്തുണ്ട്, അവർ കണ്ടാൽ പ്രശ്നമാകും, വീഡിയോ കോളൊന്നും ചെയ്യല്ലേ ശാലിനി എന്ന് ഞാൻ പറഞ്ഞു. എടാ എനിക്ക് ഒറ്റ തവണ കണ്ടാൽ മതിയടാ. അപ്പോൾ എനിക്കെന്തോ വിഷമം തോന്നി കേട്ടോ. ഞാനിങ്ങനെ കോൾ എടുത്തപ്പം ആള് ഹായ് പറഞ്ഞു. അപ്പം ഞാനും ഹായ് പറഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പം ഞാനെല്ലാം അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് സൂചേട്ടനെ. ഇത് മാത്രം അറിയിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സൂചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു, വാവ് കുട്ടേ കഴിഞ്ഞ കാര്യമാണ്, ബ്ലോക്ക് ചെയ്യടിയെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചു പറഞ്ഞു, അമ്മ എന്തിനാ, അതൊക്കെ കഴിഞ്ഞല്ലേ, അച്ഛൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞത്. അങ്ങനെ അന്ന് ബ്ലോക്ക് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവരെന്തോ പ്രശ്നം വന്നു, അങ്ങനെ ഒരു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന്. അങ്ങനെയാണ് ശരിക്കും. ഇപ്പം ശാലിനിക്ക് ശേഷമാണ് ശരിക്കും വീണ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. എനിക്ക് അവരെ പറ്റി അറിയില്ല. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ രണ്ടാമത് ഞാൻ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ പിന്നീട് എൻ്റെ ലൈഫിലോട്ട് വന്നത് വാക്കുട്ടനാന്ന് പറയണം? അതെ, അത് സുധിച്ചേട്ടനല്ലേ പറയേണ്ടത്. അത് പറയാത്ത പക്ഷം എന്താണ് ആ സമയത്ത്, അല്ലെങ്കിൽ പ്രതികരിക്കായിരുന്നു. അന്നും സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആ ലോക്ക്ഡൗൺ ആ ഒരു സ്റ്റാർ മാജിക്ക് വന്ന് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ, അന്നും സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരുപാട് ഫാൻസ് ഉള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അന്ന് സുധിച്ചേട്ടൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ഞങ്ങളുടെ ഫാമിലി കൊണ്ടുവന്ന ആ സംഭവം എന്നാ വൈറലായ സംഭവമാണെന്നറിയോ, ഭയങ്കര ഹൈപ്പിൽ കയറിയതാണ് ആ ഒരു എപ്പിസോഡ്. അന്ന് പ്രതികരിക്കായിരുന്നല്ലോ. എന്തുകൊണ്ടായിരിക്കും പിന്നെ ഇപ്പൊ വരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്, മേ ബി ഞാനിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊന്നും അവൈലബിൾ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു വാദം വരില്ലായിരിക്കും. ഞാൻ അവരുടെ പേര് ഇന്നും പറയുന്നില്ല, നാളെയും പറയുന്നില്ല, ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴും പറയാണ്, എൻ്റെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അവരെന്നാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്നവർ. അപ്പം അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. കാരണം ആള് ജീവനോടുണ്ട്. കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആള് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ അത് നിന്ന് ഒരു മുഖ്യധാരയിൽ വരാനോ എൻ്റെ മുഖം കാണിക്കാനോ ഇതിൻ്റെ ഒരു ഫെയിമോ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യങ്ങളല്ല. ഞാൻ അങ്ങനെ ഒരു വോയിസിലൂടെ മാത്രം കൊടുത്തിരുന്ന ഒരു കാര്യത്തിന് മറുപടിയെ എന്നെ അറിയില്ല എന്നുള്ളൊരു പക്ഷെ പറഞ്ഞപ്പോഴാണ് എനിക്കത് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ അറിയാത്ത ഒരാളായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംസാരിച്ചിട്ടുണ്ട്, ഫോൺ ചെയ്തിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. അന്നേരം ബ്ലോക്ക് ചെയ്തു, കോളൊന്നും ചെയ്തിട്ടില്ല. മെസ്സേജ് അയച്ചപ്പോൾ ബ്ലോക്ക് ചെയ്ത് എന്നെ സൂചന ബ്ലോക്ക്. പിന്നെ കോൾ ചെയ്തത് 9-ന്റെ അന്ന് എങ്ങനെയോ
തിരക്കി പിടിച്ച് എങ്ങനെയാണെന്നറിയത്തില്ല എൻ്റെ നമ്പർ കിട്ടി. കിച്ചു ഫ്രണ്ട് ഇരിക്കുക കാറിൽ, ഞാൻ പുറകെ ഇരിക്കുക. ഞങ്ങൾ 9 കല്ലറയിൽ പൊക്കോണ്ടിരിക്കുക സൂചേട്ടൻ്റെ. അന്നൊരു രേണു, ഹലോ ആരാ, ഞാൻ ശിഖയാ, അങ്ങനെയാ പേര് പറഞ്ഞത്. ഈ പറഞ്ഞ പേരല്ല എന്ന് പറഞ്ഞത്, ശിഖയാണ് പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ചടങ്ങൊക്കെ കഴിഞ്ഞു, ആരൊക്കെ വന്നു ഞാൻ കിച്ചു അവരടി വിളിക്കുന്നു. അവിടെ അമ്മ കട്ട് ചെയ്യാൻ പറഞ്ഞു, കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തു. പിന്നെ എന്ന് സംസാരിച്ചെന്നാ പറയുന്നത്, മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു, സംസാരിച്ചു. സത്യമാണ്, അന്ന് സുധിച്ചേട്ടനുള്ള സമയത്താണ് ഇത്. പക്ഷെ ആള് പറയുന്നത് ഇതിന് ശേഷം സംസാരിച്ചിട്ട് ഉണ്ട്. അതുപോലെ തന്നെ കിച്ചുവിനെ കുറിച്ച് വരെ സംസാരിച്ചിരുന്നു. ആലപ്പുഴയിൽ വെച്ച് കിച്ചു കല്യാണത്തിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. അതിനെന്താ തെറ്റെന്താ? കണ്ടു എന്ന് പറഞ്ഞ തെറ്റെന്താ? ഉണ്ട് അല്ല, ശരിക്കും എനിക്കറിയില്ല. അത് എല്ലാം പറഞ്ഞോട്ടെ. പക്ഷെ അതിനുശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, വിളിച്ചിരുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഇവൻ കിച്ചുവിന്റെ കാറ്ററിംഗിന് വന്നിട്ടുണ്ടോ, എന്തോ കാറ്ററിംഗ് ജോബിന് വർക്കിനോ പോകുന്നുണ്ട് എന്നുള്ള സംസാരിച്ചിരുന്നു. പോയിട്ടുണ്ട്, അവന് ഇഷ്ടമായിരുന്നു. അതിന് ഞാൻ എന്നോട് എന്തിനാണ് സംസാരിക്കുന്നതൊക്കെ? മെസ്സേജ് അയച്ചു കാണും അവര്. അല്ല, ഞാൻ പറയുന്നത് ആ മാറ്റർ സംസാരിച്ചില്ല. ആ മാറ്റർ സംസാരിക്കുന്നത് ആ കോളിലൂടെയാണ്. ആ സംസാരങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന രീതിയിലേക്കാണ് വീണ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പിന്നെ എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ? അറിയില്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞ അങ്ങനെ എനിക്ക് അറിയില്ല. അവർ മെസ്സഞ്ചർ, ഞാൻ പറഞ്ഞില്ലേ, മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സൂചേട്ടൻ പറഞ്ഞത് നടക്കത്തില്ല വാവട്ടെ, അത് നിർത്ത്, ഇത് വേണ്ട. അന്നുകൊണ്ട് കഴിഞ്ഞ പിന്നെ ഈ 9 അന്നാണ് കോള് വരുന്നത്. ഈ ശരിക്കും എപ്പോഴാ ഇപ്പം ഈ പറയുമ്പോൾ മാത്രമാണോ ശരിക്കും വീണ എന്നെ ലീഗലി ശരിക്കും വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ള അറിയണത് രേണു? എനിക്ക് അറിയാമായിരുന്നല്ലോ അങ്ങനെ കഴിച്ചിട്ടില്ലെന്ന്. കാരണം വീട്ടിൽ നിന്നും അറിയായിരുന്നു, സുചേട്ടൻ്റെ വീട്ടിൽ നിന്നും അറിയായിരുന്നു. സുചേട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആരെയും ഞാൻ ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ സത്യം അതാണ് ഞാൻ പറയാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്തിനാ സുചേട്ടാ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, ഇങ്ങനെ അങ്ങ് പോയാൽ പോലെ, ഇതൊക്കെ അല്ലേ രസം. എൻ്റെ അടുത്ത് പറഞ്ഞു, വാവക്കുട്ടേ, എൻ്റെ ലൈഫിൽ 2 ലൈഫിൽ ഞാൻ ലീഗലി വിവാഹം കഴിച്ചില്ല, ഇതെൻ്റെ അവസാന ലൈഫാണ്. എന്നോട് പറഞ്ഞ കേട്ടോ, ഇതെൻ്റെ അവസാന ലൈഫാണ്, ഇതെങ്കിലും എനിക്ക് ലീഗലി എൻ്റെ ഭാര്യ ആയിരിക്കണം നീ എന്ന് പറഞ്ഞ് സുധിച്ചേട്ടൻ്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഞങ്ങൾ തെങ്ങണായിൽ ലീഗലി ചെയ്യാതെ ഡിവോഴ്സ് ചെയ്യുന്നത് ശരിക്കും ലീഗലി ചെയ്തുകൊണ്ട് കൂടിയല്ലേ? ഡിവോഴ്സ് എടുത്ത് കാണിക്കട്ടെ, പേപ്പർ ഉണ്ടെങ്കിൽ അവർ കാണിച്ചോട്ടെ, എനിക്ക് എന്താണ്, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് സന്തോഷമല്ലേ ഉള്ളൂ, അവർ കാണിക്കട്ടെ. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് അവരെ കുത്തിപ്പൊക്കുന്നില്ല, അവരുടെ ലൈഫിനെ ചകയുന്നില്ല. പിന്നെ ഈ കാണിക്കുന്നവരും പറയുന്നവരും എല്ലാം എൻ്റെ ലൈഫിനല്ലേ കുത്തിച്ചകഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. എനിക്ക് വിഷയമില്ലെന്നേ അവർ കാണിച്ചോട്ടെ, അവരുടെ കയ്യിലുള്ള തെളിവെല്ലാം കാണിച്ചോട്ടെ, സന്തോഷം. ഈ പൊതുവെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു മെയിൻ ഒരു കമൻസിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ്, ഒരു പക്ഷേ നമ്മൾ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല എല്ലാവരും നല്ല വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും, ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. ഒരു പക്ഷെ മരണത്തിന് ശേഷം ഇത്രത്തോളം പഴി കേൾക്കേണ്ടി വരുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്? വായിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ സത്യമായിട്ടും ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വരും, ഞാൻ സ്കിപ്പ് ചെയ്ത് വിടും. എന്താ ശരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടപ്പോൾ എന്താ കേട്ടപ്പോൾ വന്നത് മൈൻഡിൽ? ശരിക്കും സത്യമല്ലേ പറയുന്നത്? മരിച്ചു കഴിഞ്ഞ് എന്താ പറയുക, നല്ല കാര്യങ്ങളല്ലേ അവരെ പറ്റി പറയേണ്ടത്. മരിച്ച് ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മതത്തിലുള്ളവരാണേലും നമ്മളൊക്കെ മരിക്കാനുള്ളവരാണല്ലേ. ഞാനാണേലും നിങ്ങളാണേലും എല്ലാവരും ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിത്യശാന്തിക്ക് വേണ്ടി. അപ്പം ഈ അവരുടെ ആ മരിച്ചവർ എന്തോ ആകട്ടെ, അവരുടെ പഴയ ലൈഫ് കുത്തിപ്പൊക്കുക, വൃത്തികേട് പറയുക, അവർ അതാണ് ഇതാണ്, എനിക്കതിനോടൊന്നും യോജിപ്പില്ല. കലാകാരനായിരുന്ന സമയത്ത് എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ളൊരു കലാകാരനായിരുന്നു. ആള് പാവമായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. മരണശേഷം പറഞ്ഞിട്ട് അത്രത്തോളം അതുല്യനായിട്ടുള്ള കലാകാരനാണെന്നുള്ളത് അല്ലെ, 2 ഘട്ടങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കഴിഞ്ഞ് ഏകദേശം 2 വർഷങ്ങൾ പിന്നിടുന്നു മരണശേഷം. ഇപ്പം സംസാരിക്കുന്നത് അത് മാറുന്നു എന്നുള്ളത് സാധാരണ അങ്ങനെ കേൾക്കേണ്ടി വരും. ശരിക്കും ആ മരിച്ച വ്യക്തിയുടെ അല്ലെ ഒരു പക്ഷേ ചെയ്തു തരില്ല, ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് മരിച്ച ആൾക്ക് പഴി കേൾക്കേണ്ടി വരും എന്ന് പറയുന്ന സംഭവം തോന്നുന്നുണ്ടോ ശരിക്കും പല കാര്യങ്ങളിലും നിന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളോ കാര്യങ്ങളോ? അതെ, തോന്നുന്നു. അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. കാരണം അദ്ദേഹം ഒന്നും അറിയുന്നില്ല, അദ്ദേഹം എന്തറിയാൻ ഒന്നും അറിയുന്നില്ല. പിന്നെ ആളെ പറ്റി പറയാൻ ആൾ കേൾക്കണ്ടേ? ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ കേൾക്കണ്ടേ? ആൾ ഈ ലോകത്തിലോ ഈ ഭൂമിയിലോ ഇല്ല, വിട പറഞ്ഞു പോയിട്ട് 2 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതൊരു 50 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പോകുന്നതാണ് തോന്നുന്നത്. എനിക്കതാണ് തോന്നുന്നത്. ഇതിനൊരു അന്ത്യമില്ല, പുതിയ പുതിയ കുമിളകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും എന്നാണ് തോന്നുന്നത്.
നമ്മൾ നേരത്തെ ചോദിച്ചൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സോയായിട്ട് ഇത് വന്നു, ഈ വിഷയങ്ങൾ വന്നു, പേഴ്സണൽ ലൈഫിനോട് നമ്മളെപ്പോഴത്തേക്കും മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു കലാകാരിയായിട്ട് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല, പോകെ പോകെ അതിലോട്ട് വന്നു. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യം അത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും കൂടി വരുന്നു എന്നുള്ളത്. നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനപ്പുറത്തെ സൈഡിലോട്ട് നമ്മുടെ ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും വേട്ടയാടണ പോലെ തോന്നുന്നുണ്ടോ ശരിക്കും? മനസ്സിലായി. ബോധപൂർവം ഇങ്ങനെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ വർക്കിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴും അതിനപ്പുറത്തെ സൈഡിലോട് കാരണം മാരക വേർഷൻ അല്ലേ വരുന്നത് എന്നെ പറ്റി നെഗറ്റീവ്. എന്തൊക്കെയാ വരുന്നത്, പോസ്റ്റുകളെ ഇതൊന്നും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞാലും അറിയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രേണുവിന് ഇത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോഴും രേണുവിൻ്റെ പക്ഷം ചേർന്നിട്ട് വീണയെ വരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പോൾ രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം, വലിയൊരു വിഭാഗം. ഞാൻ ഒരിക്കലും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത്, എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ വിഷയം. എനിക്ക് 100 കൂട്ടം അല്ലാതെ തന്നെ ഒരുപാട് തലയിൽ പ്രശ്നങ്ങളും ടെൻഷനുകളും ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള കേസ് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പക്ഷേ ടെൻഷനായി. അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഇനി പോവോ, ഇനി അവർ കൊണ്ടുപോവോ, ചുമ്മാ ഒരു ടെൻഷൻ. എനിക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ ഒരാൾ ഈ ഭൂമി പോലും ജീവനോടില്ല. പക്ഷേ ഞാൻ എന്തിനാണ് ഇതൊക്കെ പക്ഷെ അങ്ങനെ ടെൻഷൻ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞോ, ഇപ്പൊ കല്യാണം കഴിച്ചവരും ചോദിച്ചു അവർക്ക് മക്കളൊന്നുമില്ലല്ലോ സുചേണ്ടയിലെ എന്നുള്ള രീതിയിലേക്ക് ഞാൻ എന്തിനാണ് അത് ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സുചേണ്ട 2 മക്കളുടെ അമ്മയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മൂത്ത മോനാണ് എന്നെ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചത്. സോ അപ്പം ഇവർ രണ്ടുപേരും എൻ്റെ മക്കളാണ്, സുചേണ്ട മക്കളാണ് രണ്ടുപേരും. അപ്പോൾ അതാണ് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൂചിച്ചേട്ടൻ 2 മക്കളുടെ അമ്മയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവർക്ക് മക്കളില്ലെന്നോ എന്ന് ഞാൻ എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയും വിവാദങ്ങളുണ്ടായി, വിഷയങ്ങളുണ്ടായി. സ്വാഭാവികമായിട്ട് എല്ലാ പ്രാവശ്യവും ഇപ്പോൾ ബിഗ് ബോസ് വരുന്ന സമയത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും സമകാലികമായിട്ട് ട്രെൻഡിൽ നിൽക്കുകയോ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലോ അവരെയൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. ശരിക്കും എന്ത് തോന്നുന്നു രേണുസുധീനെ പ്രതീക്ഷിക്കുന്നത്? രേണുസുധിയിലൊരു കലാകാരനിലെ അത്രത്തോളം ഹൈ ആയിട്ട് നിൽക്കുന്ന വളർച്ച കണ്ടിട്ടാണോ, ഇത്തരം കോൺട്രവേഴ്സികളിൽ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കുമോ ബിഗ് ബോസിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ തുടർച്ചയായിട്ട് കാണുന്നത്? എനിക്കതറിയില്ല. മേ ബി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഓരോന്ന് വിവാദങ്ങൾ വരുന്നതുകൊണ്ടാവോ, എനിക്കറിയില്ല. എപ്പോഴും എല്ലാവരും പറയും എന്ത് കണ്ടാലും നീ ഉണ്ട്, യൂട്യൂബിൽ തുറന്നാൽ നീ വരും. ഒരു ദിവസമെങ്കിലും നിൻ്റെ ഒരു റീലോ എന്തെങ്കിലും കയറി പോകാത്തൊരു ദിവസമില്ല. ഞങ്ങൾ ആരും സെർച്ച് പോലും ചെയ്യത്തില്ല, പക്ഷെ പരിപാടി എന്ന് പറയും. അങ്ങനെ അപ്പം മേ ബി അതായിരിക്കും ഈ പ്രഡിഷൻ ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഉടനെ കാണുമല്ലോ, അപ്പം അറിയാലോ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാനില്ലെന്ന് എനിക്കറിയാം. ഇത് ഇന്റർവ്യൂ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രേണുസുധി അകത്തായിരുന്നെങ്കിൽ ബിഗ് ബോസ് വീടിൻ്റെ അകത്തായിരുന്നെങ്കിലോ? അകത്താകട്ടെ. ഉണ്ട്. എന്താ ശരിക്കും പ്രതീക്ഷ? ശരിക്കും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം ഓഡിയൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കാണുന്ന അതേ സമയം തന്നെ ബിഗ് ബോസ് ഹൗസിനകത്തും ഉണ്ട്. സോ എനിക്കല്ലല്ലോ അവസ്ഥ, പ്രേക്ഷകർക്കല്ലേ അവസ്ഥ. എന്ത് ഫീൽ ചെയ്യുന്നു ശരിക്കും? അത്തരത്തിലൊരു പോയിന്റ് ശരിക്കും ഇമാജിൻ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസ്? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടറിയാം. എന്നെ എന്തായാലും വിളിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും കാണില്ല, ലോഞ്ചിനൊന്നും ഞാൻ കാണില്ല. അത് നിങ്ങൾ കണ്ടറിഞ്ഞോളൂ. ഞാൻ പറയുന്നുണ്ടല്ലോ വിളിച്ചിട്ടില്ല എന്ന്. ഈ വിവാദങ്ങളിലും വിഷയങ്ങളിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ നിന്ന് വിളിക്കാനുള്ളൊരു സാധ്യതയ്ക്ക് കാരണമാകുമ്പോഴോ ചിന്തിക്കുന്നുണ്ടോ ഈ വിവാദം അല്ലെങ്കിൽ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്ന് വളമാവുമെന്ന് പറഞ്ഞ പോലെ ഈ വിവാദം അതിനൊരു ഗുണമായി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ശരി, ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു സ്ഥിരം കാണുന്ന പ്രോഗ്രാം പോലും അല്ലായിരുന്നു ബിഗ് ബോസ്. ഞാൻ വല്ലപ്പോഴും കാണുന്നതാണ്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയില്ല. അഖിൽ മരാർ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടാ, ഞാൻ കാണാറില്ല. അഖിൽ അങ്ങനെയാണോ പറഞ്ഞാണോ? പോകുന്നില്ല, ഞാൻ ബിഗ് ബോസിലോട്ട് പോവില്ല, അല്ലെങ്കിൽ ഞാൻ ആരെ ഒന്നും കാണും, ഞാൻ എന്റെ മാത്രമേ കാണുന്നുള്ളൂ. പോവില്ല എന്ന് പറഞ്ഞവരൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഇല്ല, രേണുവിന്റെ കാര്യം പറഞ്ഞാൽ മതി. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അധികം ഒന്നും കണ്ടില്ല, വല്ലപ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇതിനെപ്പറ്റി എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ശരിക്കും ഇവിടെ അങ്ങനെ എത്രത്തോളം ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യാത്ത, ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പക്ഷെ അവിടെ പോയാൽ നമുക്ക് വേണ്ടത് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ക്യാമറകൾ കാണുന്നതായിരിക്കുമല്ലോ. ചുറ്റുള്ള കണ്ടസ്റ്റൻസിനെയും സഹമത്സരാർത്ഥികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെയാവോ? ഇപ്പോഴത്തെ പോലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോണ പോലത്തെ ഒരാളാവോ? എന്ത് ചെയ്യും? ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ എവിടെയാണ് ഒഴിഞ്ഞു മാറിയത്? ഞാനായിട്ടൊരു പ്രശ്നത്തിന് ഉണ്ടാവില്ല. ഞാനായിട്ട് സത്യം പറഞ്ഞാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയ ഒരു ഒറ്റ പ്രശ്നം പറ, ഇപ്പം പറ, ഇവിടെ വെച്ച് പറ. വീടിന്റെ വിഷയം എന്താണ്? ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ്? ചോർച്ചയുണ്ടെന്ന് പറഞ്ഞത് ഞാനാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. ഓക്കെ, ആരാ ചോദിച്ചത്? അത് അനുഭവിച്ച ആളാണ് ചോദിച്ചത്. ആരാണേലും അതൊരു മീഡിയക്കാരനായിരുന്നു. അത് അനുഭവിച്ച ആളാണ്. മീഡിയക്കാരൻ വീടിനകത്തുള്ള ഒരാളല്ല. കേൾക്കൂ, 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ ചടങ്ങ് വന്നായിരുന്നല്ലോ.
അന്ന് ഇവരെല്ലാം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് പറ്റിയതാണ് അവർ അന്ന് അവിടെ ചോദിച്ചത്. ഞാൻ അതിന്റെ ഉത്തരവും പറഞ്ഞു. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ചെന്ന് അവരോട് പറയണം ഇന്ന പോലെ സംഭവമാണെന്ന് ഞാൻ പറയണം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് വന്ന് ചോർച്ചയാണെന്ന് പറഞ്ഞൊരു സാധനം പിന്നീട് ശീതലാന്ന് പറയുമ്പോൾ ആദ്യം വ്യാഖ്യാനിക്കപ്പെട്ട തെറ്റായി എന്നുള്ള രീതിയിലേക്ക് ശരിയാക്കിയോ? ശരിയാക്കി. ആ എന്തായിരുന്നു അവര് അതിന്റെ ചില്ലെല്ലാം വിട്ടു. ആര് വന്നു? ഫിറോസ് ഖാനെയാണോ? ഞാൻ കണ്ടില്ല, പണിക്കാരെ വിട്ടു. അല്ല, ചോദിച്ചില്ല അത് ആരാണ് ഇതിനെ? അവര് തന്നെയാണ് വിട്ടത്. ഫിറോസ് ഖാനെയാണ് വിട്ടത്. എന്താ ശരിക്കും ശരിയാക്കുള്ള ഒരു കാരണം എന്തായിരുന്നു? പിന്നീട് സംസാരം ഉണ്ടായോ അത് സോൾവ് ചെയ്യാൻ? എനിക്കറിയാം, ഞാൻ സംസാരിച്ചിട്ടില്ല. ഫിറോസ് ഖാന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നീട് അച്ഛൻ സംസാരിച്ചു, ഐ മീൻ പപ്പ സംസാരിച്ചു. എന്താ വിളിക്കാറ്? പപ്പയല്ലേ? പപ്പ ഭയങ്കര കയറി കത്തി. ഒരു സമയം വന്ന സമയത്ത് സാധ്യതയുണ്ട്. കാരണം രേണു സുധി പോയിട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പപ്പ വരും രേണു സുധിനെ അഗെയിൻസ്റ്റ് ആയിട്ട്. ഒരു സമയം സോഷ്യൽ മീഡിയയിൽ രേണു സുധി ഇതാണെങ്കിൽ ഗ്രാഫ് ലെവലിൽ പപ്പ ഇങ്ങനെ കയറിയായിരുന്നു. സത്യം, കേറട്ടെ. അല്ല ശരിക്കും ഇപ്പൊ മനസ്സിലായ പപ്പയുടെ മോളാണ് ഞാൻ. അതെ, അതാണ് പപ്പ സീനാണ് അല്ലേ? സീനാണ്. അങ്ങനെ തന്നെ തമാശക്കൊക്കെ ചെന്ന് തോണ്ടിയല്ലേ, ഒരു ഒറ്റ നോട്ടേ നോക്കത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് താലി കെട്ടിയിട്ട് മിണ്ടാണ്ട് പോയെന്നുള്ളത്. അതെ, സീനാക്കുന്നുള്ള സാധനം. ഇത് ഫിറോസ് കൂടെ പപ്പ സംസാരിച്ചോ? സംസാരിച്ച എനിക്കറിയില്ല. എന്തായാലും അവിടെ എല്ലാം നന്നാക്കി വെള്ളമൊന്നും വീഴുന്നില്ല. എന്താ ശരിക്കും അങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്താൻ കാരണം എന്താ? എനിക്ക് എടുത്തു പറയേണ്ടത് ഈ ഇതിന്റെ അടിത്തറയൊക്കെ ഇല്ലേ, ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ആ ഒരു വീടിന്റെ അടിത്തറയും ബാക്കിയുള്ളതൊക്കെ അടിത്തറയല്ലല്ലോ, അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യണത്. അത് പപ്പ പറഞ്ഞാണ്. അതും പപ്പ പറഞ്ഞാണ്. പപ്പായിക്ക് ഇതിന്റെ പണിയൊക്കെ അറിയാവുന്നതാണ്. അതും പപ്പ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അല്ല, ഇതെങ്ങനെ ഇത് ക്ലിയർ ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് ആരാ മുൻകൈ എടുത്തത്? മേ ബി സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം അന്നേരം നടന്നല്ലോ, കുറെ വിവാദങ്ങൾ നടന്നു. അതുകൊണ്ടാവാൻ പണിക്കാർ വന്ന് ഷീറ്റ് ഇട്ട് മറ്റേ ചില്ലിട്ടു ചോർച്ചയെല്ലാം മാറ്റി, ഈ എറിച്ചിൽ മാറ്റി. ഇത്രയും വിവാദം ഉണ്ടായപ്പോൾ തോന്നിയില്ല, അല്ലെങ്കിൽ അവിടെ നിന്നൊരു റിയാക്ഷൻസ് ഫിറോസ്കരുടെ ഭാഗത്തു നിന്നും അതൊന്നുണ്ടായ സമയത്ത് ഇനി അത് അവർ ആയിട്ട് ക്ലിയർ ചെയ്യേണ്ടതില്ല, ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ക്ലാസ് മാറ്റിക്കോളാം എന്നൊരു തോന്നിയായിരുന്നു? അങ്ങനെ തോന്നാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് മാറ്റിയല്ലോ, തോന്നി ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നു. അതായത് സോഷ്യൽ മീഡിയ വിവാദം ഉണ്ടായിരുന്ന പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ക്ലാസ് മാറി. ഞാൻ വീട്ടിൽ ചെല്ലുന്നില്ല, ഞാൻ ഇന്നലെയാണെന്ന് വീട്ടിൽ ചെല്ലുന്നത്. പോകുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്ന ചില്ലൊക്കെ ഇട്ട്. പപ്പ വിളിച്ചില്ല, അവരൊന്നും വന്ന്? ഞാൻ അങ്ങനെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, ഫോൺ വിളിക്കുക, കുഞ്ഞിൻ്റെ കൊടുക്കുക, അവൻ്റെ കാര്യങ്ങൾ തിരക്കുക. അതും ഒന്നരാടം ദിവസമൊക്കെയാണ് ചെയ്യാറുള്ളത് പോലെ. ഇപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞ് കുഞ്ഞിന് അറ്റാച്ച്മെന്റ് കുറയും, അപ്പം നീ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് 5 മിനിറ്റെങ്കിലും സംസാരിക്കണമെന്ന് കുറച്ച് വീട്ടുകാരും അല്ലാതെ കുറച്ച് മുതിർന്നവരും എന്നോട് പറയും. കാരണം അവന് അച്ഛൻ മരിച്ചു, ഇനി അമ്മയടുത്ത് അറ്റാച്ച്മെന്റ് കുറയാതുകൊണ്ട് അങ്ങനെ. അപ്പം ഞാനങ്ങനെ വേറൊന്നുമല്ല, ഞാനങ്ങനെ ഫോണിലധികം സംസാരിക്കാറില്ല. അപ്പം ഇപ്പം അതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ കുഞ്ഞിനോടല്ലേ കുഞ്ഞിനോട് ഇപ്പം ഇത് ചോദിച്ചാൽ അവനറിയാൻ പറ്റത്തില്ല, 5 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പം ഞാൻ ഇന്നലെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഇന്നലെ അല്ല, 2 ദിവസം മുന്നേ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് കറക്റ്റ് ഡേറ്റിൽ ഇന്നാണ് സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ കാണുന്നതല്ല. ഇന്ന് മഴയല്ലേ, ഇപ്പം മഴക്കാലമല്ലേ, അപ്പം ചോരുന്നില്ല, അപ്പം എറിച്ചിലടിക്കുന്നില്ല, അപ്പോഴാണ് ചില്ലെല്ലാം. ബാക്ക് ടു ബാക്ക് പ്രൊജക്ട്സുകൾ, കാര്യങ്ങൾ, പൂജകൾ നടക്കുന്നു, സിനിമകൾ നടക്കുന്നു. ഈ വിവാദങ്ങൾക്കപ്പുറം ഇതൊന്നും വയ്ക്കാതെ കലാകാരി എന്നുള്ള രീതിയിലേക്ക് അല്ലേ ഇത് ഗ്രാഫ് കയറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതുണ്ട്. എന്താ ശരിക്കും ഫ്യൂച്ചർ പ്രൊജക്ട്സ് പരിപാടി? ആ സിനിമ വന്നിട്ടുണ്ട്, 2 സിനിമ വന്നിട്ടുണ്ട്, അത് ചെയ്യണം. പിന്നെ 3-4 ഫാമിലി സർക്കസ് എന്ന് പറയുന്ന മൂവി നിതീഷ് കെ നായർ സാറിൻ്റെ, അതിൽ ശിവജി ഗുരുവായൂർ സാറ്, പിന്നെ അതുപോലെ നമ്മുടെ നായകൻ ജിൻഡോയാണ്, ബിഗ് ബോസ് താരം ജിൻഡോ, ദാസേട്ടനുണ്ട്, ഞാനുണ്ട്, പ്രതീഷ് ഉണ്ട്, പിന്നെ ജോമോനുണ്ട്, ജോമോൻ പഴയ എനിക്കൊന്ന് ബാലതാരമായിട്ട് വന്ന ജോമോനുണ്ട്. അങ്ങനെ കുറേ, രജിത്തേട്ടനുണ്ട്, നിഷ സാരംഗി ചേച്ചിയുണ്ട്. അതാണ് ഇനി വരുന്ന അപ്കമിങ് പ്രോജക്റ്റ്. അതുപോലെ പിന്നെ ഉള്ളത് പ്ലാൻ എന്ന് പറയുന്നൊരു മൂവി, അത് പുതുമുഖങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്, സുധീർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ. അത് ഇനിയും ഷൂട്ട് നടക്കാൻ പോകുന്നതാണ്, പൂജ കഴിഞ്ഞത്. പിന്നെ വേറൊരു മൂവി വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് 29-ന് ഷൂട്ട് നടക്കേണ്ടതാണോ, അത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തേനാക്കി. പിന്നെ ഇറങ്ങാൻ കിടക്കുന്ന നിശ്ചയം എന്ന് പറയുന്ന മൂവി രഞ്ജിത്ത് സിയ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ. പിന്നെ ദയാവധം, അതും ജിൻഡോയാണ് നായകൻ, രജിത്തേട്ടനുണ്ട്. നല്ലൊരു സ്റ്റോറി, അത് വെറൈറ്റി ഒരു സ്റ്റോറിയാണ്. ദയാവധത്തിൽ നമ്മുടെ സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അല്ലല്ല, അങ്ങനെയല്ല, ആ സാറിന്റെ പേരാണ്, ആളുടെ പേരാണ് മറന്നുപോയത്. നമ്മുടെ കസ്തൂരിമാനത്തൊക്കെ ഫേമസ് ആയ അച്ഛൻ, ഫാദർ നന്ദകിഷോർ സാറായിരുന്നു അതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്ത്. പിന്നെ അതിന്റെ നായകൻ ഞാൻ പറഞ്ഞ ജിൻഡോ. അത് നമ്മുടെ പേരും
മഹേൻകർ കേച്ചേരിയും 2 ഡയറക്ടേഴ്സാണ്. മഹേൻകർ കേച്ചേരിയും സുഭാഷ് ശിവയും, ഇവർ രണ്ടുപേരുമാണ് ഡയറക്ടേഴ്സ്. പിന്നെ ഇറങ്ങാനുള്ളത് ചേഞ്ച് നമ്മുടെ ശിവജി ഗുരുവായൂർ സാറുണ്ട്, സാറിൻ്റെ മകനാണ് മെയിനായിട്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മുടെ രജിത്തേട്ടനുണ്ട്, ബിഗ് ബോസ് രജിത്തേട്ടൻ, ദാസേട്ടൻ, ഞാൻ അതിനകത്തൊരു നല്ലൊരു ക്യാരക്ടർ എന്നൊരു എന്താ പറയുക, ഒരു വീട്ടമ്മയുടെ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. നല്ല ക്യാരക്ടറാണ്, കയ്യടിയൊക്കെ അത്യാവശ്യം മേടിച്ചു. വേറെ നല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് നിതീഷ് കെ നായർ സാറാണ് അതിൻ്റെ ഡയറക്ടർ. സാറ് കൈയൊക്കെ അടിച്ച് നല്ല അടിപൊളി കരഞ്ഞൊക്കെ പിഴിഞ്ഞ് അഭിനയിക്കുന്ന സാധനമായിരുന്നു. കണ്ണുനീരൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ ഗ്ലിസറിനൊക്കെ കണ്ണിനകത്ത് ഒഴിച്ചിട്ട് സ്വന്തം ജീവിതാനുഭവങ്ങൾ ആലോചിച്ചാൽ തന്നെ സുഖമായിട്ട് കരയാലോ അല്ലേ? ഇല്ല, കണ്ണുനീരൊക്കെ വറ്റിപ്പോയവർക്ക് കരച്ചിൽ വരൂല. കരഞ്ഞറിഞ്ഞ് പറ്റിപ്പോയി എപ്പോഴേ ഇനി വല്ല കണ്ണിനകത്ത് കുത്തിയിട്ട് ഗ്ലിസറിന് അതിനകത്ത് ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ഇനി ഇങ്ങനെ കരയിക്കണം. തരൂല്ല മോനെ. ഈ തിരക്കുകൾ മൂലം സിനിമകൾ കൂടിയിട്ട് കൊച്ചിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്തു, താമസം കൊച്ചിയിലോട്ട്. എൻ്റെ ദൈവമേ, എവിടുന്ന്? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കരീഷ്മ. അപ്പം ഞാൻ ഇവിടെ വരുമ്പം വേറെ റൂമൊന്നും എടുക്കണ്ടല്ലേടി, അവർക്ക് ഫ്ലാറ്റ് ഉണ്ട്, അവൾക്ക് ഫ്ലാറ്റ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിൽക്കും. അല്ലാതെ ഞാൻ കൊച്ചിയിലോട്ട് പ്ലാൻ ഉണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ ഒരു പ്ലാനും ഒന്നും ഇല്ല ഇപ്പം, ഇല്ല, തൽക്കാലം ഇല്ല. ഇനിയിപ്പം കോട്ടയംകാരി ചങ്ങനാശ്ശേരി അവിടെയൊക്കെ തന്നെ നിൽക്കാനാണ് താല്പര്യം. പാടും ആടും ആക്ട് ചെയ്യും, സകലകല വല്ലഭി എല്ലായിരുന്നു അന്നും. എന്നിട്ട് എന്ത് ശരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ ഒപ്പം വന്നു കഴിഞ്ഞിട്ട് പോലും ഇത്ര കല ഉള്ളിലുണ്ടായിട്ട് പിന്നെ അന്ന് മുഖ്യധാരയിൽ വരാഞ്ഞ? അതിൻ്റെ കാരണം സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആളുടെ ലൈഫിൽ വന്ന ആൾക്കാരൊക്കെ ഇതിന് ഈ ഫെയിം അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ അഭിനയിക്കണം, കോമഡി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നവരാണ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പോയിലാകും വാവുക്കുട്ട എന്ന് എൻ്റെ അടുത്ത് ഈ സംസാരത്തിലൂടെയൊക്കെ അറിയാമല്ലോ. അപ്പം എനിക്ക് കലയൊക്കെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നുമില്ല. എനിക്ക് അന്ന് കലാകാരി ഉള്ളിലൊരു കലയുണ്ടല്ലോ, സ്കൂളിലൊക്കെ ഡാൻസ് കളി. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഇപ്പോൾ സുചേട്ടൻ ആ ഒരു സമയത്ത് ഒരു ഓണം സമയത്ത് സുചേട്ടൻ കല്യാണം കഴിച്ച സമയത്ത് ഒരു പ്രൊഡ്യൂസർ വീട്ടിൽ വന്നിരുന്നു, ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ. സുചേട്ടൻ്റെ കൂടെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങളുടെ പഴയ വീട്ടിൽ. അപ്പം ഞങ്ങളിങ്ങനെ ഉച്ച കഴിഞ്ഞിങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നു, ഏട്ടൻ ഇവിടെ ഇരിക്കുന്നു, ആളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആൾ ചോദിച്ചു, രേണു എന്നാണ് വിളിച്ചത്, രേണു സുധിയുടെ വൈഫ് നമുക്ക് അഭിനയരംഗത്തേക്ക് വരുന്നോ, നമ്മൾ കൊണ്ടുപോകും. അപ്പം ഞാൻ എടുത്ത വായിലിങ്ങനെ പറഞ്ഞത്, ചേട്ടാ എനിക്ക് താല്പര്യമില്ല, സുധിച്ചേട്ടൻ്റെ പുറകിൽ നിൽക്കുക, സപ്പോർട്ട് നിൽക്കുകയാണ് എൻ്റെ താല്പര്യം. അപ്പോൾ സുധിച്ചേട്ടൻ ഇങ്ങനെ, വാവുക്കുട്ട ഇങ്ങനെ ഒരു വൈഫിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് തന്നെയല്ല നിന്നെ ഇഷ്ടപ്പെടാൻ കാരണം സാധാരണ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ലൈഫിൽ ഹലോ എന്നെ ഒന്ന് ചേട്ടാ ഞാൻ കുറേ ഫോട്ടോ അയച്ചു തരാം, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെ അയച്ചു തരാം, എന്നെ ഒന്ന് എങ്ങനെയും ഒന്ന് ഇതിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പെണ്ണ് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വാവുട്ട. സോ അതുകൊണ്ടാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. അതൊന്ന്. രണ്ടാമത് എൻ്റെ കുഞ്ഞിനെ നീ സ്വന്തമായിട്ട്, സ്വന്തം മോനെ പോലെയല്ല, സ്വന്തം മോനായിട്ട് കണ്ടു. സോ അതുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് എന്നെ അഭിനയിപ്പിക്കും. പിന്നെ കൊസു TV എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു ലോക്ക്ഡൗൺ ടൈമിൽ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ആവട്ടെ എൻ്റെ വൈഫായിട്ട് തന്നെ നീ അഭിനയിക്കേണ്ടത് ഇതിനകത്ത് 4 എപ്പിസോഡിൽ. അപ്പം ഞാൻ അഭിനയിച്ചായിരുന്നു കൂട്ടത്തിൽ ആ 4 എപ്പിസോഡിൽ ആയിട്ട് ചെയ്തു. ഈ ഇടയ്ക്ക് ആഗ്രഹം സുചേട്ടൻ ഇങ്ങനൊരു കലയോട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് സുചേട്ടൻ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള കലാകാരി എടുത്തി കളഞ്ഞു. അത് തന്നെ കറക്റ്റാണ്, ഉള്ളിലുള്ള കല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഫേമസ്, എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹമായിട്ടല്ലോ സുചേട്ടനെ കണ്ടുമുട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അട്രാക്ഷൻ തോന്നി അങ്ങനെ ചെന്ന, അല്ലാതെ ഇങ്ങനെ കാണണം അല്ലെങ്കിൽ ആൾ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ. ഒരുപാട് പേര് ആൾക്ക് മെസ്സേജ് ഫോട്ടോ അയച്ചു കൊടുക്കും, ഇതിനാണ് എന്താ പറയുക എന്നെ ഒന്ന്. പക്ഷെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇപ്പം ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കണതാണ് സുചേട്ടൻ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു? തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കും, എൻ്റെ ഡാൻസ് കാണാൻ പറഞ്ഞ കുത്തിയിരുന്ന് ഡാൻസ് കളിപ്പിക്കും. ഡാൻസ് വീഡിയോസ് ആയിട്ട് ഇപ്പോൾ വരാത്ത ഉള്ളിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഡാൻസറാണ് അല്ലേ? ഡാൻസ് ചെയ്യാറുള്ള കഴിഞ്ഞ ദിവസം ചുമ്മാ ഒരു ഡാൻസ് ചെയ്ത് 6 മില്യൺ ഒക്കെ കഴിഞ്ഞല്ലോ വ്യൂസ്. ചുമ്മാ ഡാൻസ് ചെയ്യുമ്പോൾ 6 മില്യൺ വ്യൂസ് ചെക്ക് ചെയ്തോളൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം. അല്ല, ഞാൻ അതിനെ എതിർത്തല്ല പറയണേ. ഞാൻ പറയുന്നത് അങ്ങനെ അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ തന്നെ ഇത്ര വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ കുറച്ചും കൂടി കാര്യത്തോടെ എടുക്കുന്നില്ല? ശരിക്കും ഇത്ര ഏജ് ആയില്ലേ, 34 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്ത് 14 വയസ്സിലായുള്ളൂ. അങ്ങനല്ലേ പ്രായം ഒരു ഇതാണോ? നമ്മുടെ ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് കൂടെ ഉണ്ടോ ഇത്രയും പ്രായമായിട്ട്? ഇല്ലേ? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കാം.
അല്ല ഇനി ശരിക്കും അങ്ങനെ ക്ലാസ്സിക്കൽ പഠിക്കാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെ പ്ലാൻ ഇതുവരെയായിട്ടില്ല, നോക്കാം നമുക്ക് മുന്നോട്ട്. ഇങ്ങനെ ഭയങ്കര ചിന്തയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണ്ട, എന്നിട്ട് വലിയൊരു ഡാൻസർ അല്ലെങ്കിൽ ഏതൊരു ടീച്ചറിനെ വെച്ചിട്ട് നമുക്ക് സുധിച്ചേണ്ട പേരിലൊരു പിള്ളേർക്ക് ഡാൻസ് സ്കൂൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തയൊക്കെ വരാറുണ്ട്. ദൈവം സഹായിച്ചാൽ മുന്നോട്ട് ആഗ്രഹമുണ്ട്. സ്ഥലമൊക്കെ ആലോചിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു ഷെഡ്യൂളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒക്കെ ആയി. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും സമീപിക്കാൻ ചാൻസ് ഇല്ലേ? എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. ഞാൻ എനിക്ക് തോന്നുന്നില്ല പുറത്ത് പറഞ്ഞിട്ട് തുറന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ആഗ്രഹമാണത്. ശരിക്കും ഈ സിനിമാറ്റിക് ഡാൻസ് എന്നുള്ള പോലെയാണോ അതോ ക്ലാസിക്കൽ വേറെ ഞാനല്ല, ഞാൻ സുചേട്ടൻ്റെ പേര് നമ്മൾ നിന്നിട്ട് വേറെ ആളെ വെച്ച് ടീച്ചറിനെ വെച്ചിട്ട് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, പ്രായഭേദം അന്യേ ഏത് ആർക്ക് വേണേലും പഠിക്കണം എന്നുള്ള ചിന്തയായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് സുധിച്ചേട്ടൻ്റെ പേരപ്പം അവിടെ സുധിയിൽ ഒരു ഡാൻസ് ആ ഒരു പേര് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്കൂളായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് എനിക്ക്. അല്ല ശരിക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അന്നാണെങ്കിൽ സുചേട്ടൻ്റെ 2ാമത്തെ വർഷത്തിൻ്റെ ഒരു ആവശ്യം വന്ന സമയത്ത് ആ സമയത്താണ് ഷോർട്ട് മൂവിയുടെ പ്രജീഷും അവരും അലൻ ജോസൊക്കെ അപ്പോൾ അലിൻ അപ്പോൾ വിളിക്കുമ്പോൾ പറയുന്ന ഒരു സാധനമുണ്ട്, എടാ അലിൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഷ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന പോലെ തോന്നി. ഇപ്പം ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ, സത്യമായി ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു സൗഹൃദ വലയം വന്നിട്ടുണ്ട്. അതായത് സഹപ്രവർത്തകരുമായിട്ട്. ഏറ്റവും അടുത്ത സുഹൃത്താരാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അടുത്ത സുഹൃത്താരാ? പ്രതീഷിൻ്റെ വൈഫുമായിട്ട് നല്ല കൂട്ടാണ്. പ്രതീഷിനേക്കാളും പ്രതീഷിൻ്റെ വൈഫുമായിട്ട് നല്ല കോണ്ടാക്റ്റാണ്, സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഇപ്പം പ്രതീഷിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നെ വിളിക്കും ഷൂട്ടിലാകുമ്പോൾ, ചേച്ചി ചേട്ടൻ എന്ത് ചെയ്യേ അമ്മനടി അവൻ ഷൂട്ടിലാണ്, ഫോൺ ഓഫായി ചേച്ചി ഇന്ന പോലെ പറയണേ വരുമ്പോഴത്തേന്. പിന്നെ ഞാൻ ചോദിക്കും, തലേന്ന് വിളിച്ച് ചോദിക്കും, എടേ അവൻ എപ്പോഴാണ് വരുന്നത്? അപ്പം പറയും, ചേച്ചി ചേട്ടന് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക, ഞാനെല്ലാം എടുത്ത് വെക്കുക, എന്തൊക്കെയായിരിക്കും ചേച്ചി വേണ്ടത് നാളത്തെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന പോലെ. അങ്ങനെ ഭയങ്കര നല്ല ഷൂട്ടിംഗ് സെറ്റിൽ വന്നാലും നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ അവൻ്റെ അടുത്തെല്ലാം പറയാം. ഭയങ്കര കെയറിങ് ആണ്. അവനിപ്പോൾ യാത്രയൊക്കെ പോയാലും ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാരി ഇവിടെയൊക്കെ മാറി ചേച്ചി ശരിക്കും എന്തുപോയി കാണിക്കും ശരിക്കും ഇട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഭയങ്കര ഒരു ബ്രദർ സിസ്റ്റർ ആ ഒരു ഭയങ്കര ഒരു ശരിക്കും ഈ സഹപ്രവർത്തന രീതിയിലേക്ക് അപ്പുറത്തേക്ക് ഈ സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഈ വിവാദങ്ങളുടെ തുടർച്ചയെന്നോളം ഉണ്ടായെന്നാണ് അലൻ ജോസ് ആണെന്നുണ്ടെങ്കിൽ അലൻ ജോസ് പെരേര എന്നുള്ള എടുത്തു പൊക്കിയതും അതുപോലെ ആ 2ാം ഇതിൻ്റെ ഡാൻസ് കളിച്ചതും. ശരിക്കും എങ്ങനെ ഒരു വ്യക്തികളായിട്ട് നല്ല സൗഹൃദം വരുമ്പോൾ എങ്ങനെ രണ്ടുപേരും എങ്ങനെ ഉണ്ട്? ആറാട്ടനും അലൻ ജോസ് ഒരു പ്രൊജക്റ്റിലെ ഒരുമിച്ച് ഒരു ഇതിലേക്ക് കണ്ടു, വീഡിയോയില് കണ്ടിരുന്നത്. അത് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ ആള് ആ സ്റ്റുഡിയോയിൽ വന്ന അങ്ങനെയാണ് സംസാരിച്ചല്ല. അത് പിന്നെ വേറെന്ന് പറയുന്നൊരു മൂവി ഇറങ്ങി, നല്ല വ്യൂ ഉണ്ട്, അത്യാവശ്യം നല്ലതായിട്ട് കയറി. എന്തായാലും ട്രോൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. എനിക്കാണ് എൻ്റെ എടുത്തിട്ടാണ് ട്രോളുന്നത്. അപ്പം അതിലും എനിക്കൊന്ന് ലാസ്റ്റ് സമയം ഇപ്പം ആറാട്ടെണ്ണം വന്ന് ജോയിൻ ചെയ്തു അഭിനയിച്ചതൊക്കെ ഒരുമിച്ചല്ലായിരുന്നു, ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇല്ല അങ്ങനെ വന്നിരുന്നോ? ഐ മീൻ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നോ? ആറാട്ടനായിട്ട് ഒരു സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ ആറാട്ടനുമായിട്ട് അഭിനയിക്കാൻ കൊള്ളാന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട് സ്വാഭാവികം, ആൾ ആർട്ടിസ്റ്റിൽ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു ലൈവ് കണ്ടത് ആറാട്ടണ്ണൻ്റെ. എന്തായിരുന്നു ലൈവില്? രേണുസുധിയായിട്ട് ഞാൻ അഭിനയിക്കാൻ താല്പര്യമില്ല, വേറൊന്നുമല്ല, രേണുസുധിയെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. രേണുസുധിയായിട്ട് ഞാൻ അഭിനയിക്കുന്നില്ല, കാരണം രേണുസുധിയെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എഴുതാനും മാത്രമല്ല മിമിക്രിയും വശമുണ്ട് കേട്ടോ. ഓ ഇനി അങ്ങനെയും കൂടെ പറഞ്ഞു. സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ, ഐ മീൻ മാഡ്നസും നല്ല പോലെ വരുന്നുണ്ട്. സീരിയസ്ലി ഇവരെടുത്തിരിക്കുന്നവർക്ക് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് കൈയടി വന്നു കേട്ടാ. തീരെ അല്ല ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. സുചേട്ടൻ അത്രത്തോളം വോയിസുകൾ കുറേ എടുത്തിട്ട് ഉള്ളിൽ വീട്ടിലെ കലാകാരിയാണ്. സുചേട്ടൻ ഇത്രയും വോയിസ് എടുക്കുന്ന സമയത്ത് അത്രയും വരാതിരിക്കില്ല. ഉള്ളിൽ കലയുണ്ട്, മുല്ലപ്പൂം കൂടി ഏറ്റു കിടക്കും, കല്ലിനും ഉണ്ട്. സോറി അല്ലേ, ഉണ്ടോ വോയിസ് ഏതെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? രേണുസുധി എന്ന കലാകാരിയിൽ വോയിസ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആളുകൾ അറിയാൻ പോകുന്ന മൊമെന്റ് ആണ്. ഒരെണ്ണം പോലും ട്രൈ ചെയ്തിട്ടില്ല അത് പറയുന്നത് ഉണ്ട്, അറിയാം ഇല്ലേ? ഒരു വോയിസും എടുത്തിട്ടില്ല. എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഐ മീൻ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ മൊമെന്റ്? അങ്ങനൊന്നും ഇല്ലെന്നേ. കുഞ്ഞിലെ വല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാടി നടന്നല്ലാതെ അങ്ങനൊന്നും ഓർമ്മയൊന്നും ഉണ്ട്. ഞാൻ വേദിയിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. വേദിയിലല്ല, അല്ലാതെ ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് സുചേട്ടനൊക്കെ എടുക്കുന്ന സമയത്ത് വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സുധിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. എങ്ങനെ സുധിച്ചേട്ടൻ സുരേഷ് ഗോപി സാറിന്റെ സൗണ്ട് ഒക്കെ പറയാം. സുധിച്ചേട്ടൻ പറയുന്നത് മലയാളത്തിൽ ആർക്കറിയാത്ത? ഞാൻ പറയത്തില്ല. പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്നത്? ഇപ്പൊ പറയണ്ട, പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ സുധിച്ചേട്ടന്റെ മുമ്പിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ ആർട്ടിസ്റ്റുകളെ?
ജയേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ജയേട്ടൻ ആ മറ്റേ ജയേട്ടൻ ദേ വരുന്നു ഇത് ഇതാ കണ്ടോ? ഞാൻ പറഞ്ഞേ കണ്ട എന്തുവാ? അതൊന്നും കാണിച്ചാൽ മതി. ഞാൻ വരുന്നതിന്റെ ഒപ്പം ഡയലോഗും പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഇഷ്ടമുള്ള ഡയലോഗ് അത് പണ്ടത്തെ ഡയലോഗ് അല്ലേ? മതി, പണ്ടത്തെ മതി. ജയം പണ്ടത്തെ സിനിമ അല്ല ഈ സൂചേട്ടൻ അപ്പൊ എനിക്ക് ജയേട്ടനെ ഇഷ്ടമായോണ്ട് സൂചേട്ടൻ്റെ അടുത്ത് ജയേട്ടനെ പോലെ ആയിരുന്നു ചില സമയം സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ ആ കാണിച്ച് അല്ല രസമുണ്ട് അതുകൊണ്ട് പറഞ്ഞ ഡയലോഗ് പണ്ടത്തെ തന്നെ മതി. ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞു. ഇല്ലെന്ന് ഇവിടെ ആരെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ആരെയും എടുക്കാനില്ല. ഓക്കെ എനിക്ക് എടുത്താ പൊങ്ങത്തില്ല. എന്തെങ്കിലും ഫേമസ് ഡയലോഗുകളെല്ലാം എന്തെങ്കിലും ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞു. ഇല്ല അങ്ങനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ സൂചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ജയേട്ടൻ്റെ സൗണ്ടിൽ. ജയേട്ടൻ എനിക്ക് ജീവനായിരുന്നു. വഴക്ക് വരെ പിടിച്ചിട്ടുണ്ട് സൂചേട്ടൻ എൻ്റെ അടുത്ത്. ഓക്കെ കാരണം ജയേട്ടൻ ഇപ്പൊ ബിഗ് ബോസിലോട്ട് എൻട്രി കിട്ടാണ്. ഒഫീഷ്യൽ കോൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി ഓഡിയൻസിനോട് സംഭവം പറയാണ് ജയൻ്റെ വോയിസിൽ. ഇനി ബാക്കി രേണുസുധിയുടെ ബാക്കി കളികൾ കാണാൻ പോകുന്നത് ബിഗ് ബോസിലാണ് എന്നുള്ളത് ജയൻ്റെ വോയിസ് ആൻഡ് ആക്ഷനിൽ പറയാണ്. രേണുസുധിയുടെ അതായത് ഇനി രേണുസുധിയുടെ കളി കാണാൻ പോകുന്ന അങ്ങ് ബിഗ് ബോസിൽ എന്നുള്ളത് ജയൻ്റെ വോയിസിലും ആക്ഷനിലും. പ്രേക്ഷകരോട് വിളിച്ചിട്ടില്ലല്ലോ ബിഗ് ബോസ്, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രേക്ഷകരോട് പറയും ജയൻ്റെ വോയിസിൽ? അത് പറയണോ വേറെ? ആ രസമല്ലേ, വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളെ കൊണ്ട് രസമല്ലേ? കളികൾ ഇനിയും ബിഗ് ബോസിൽ കാണാം. ലാസ്റ്റിലേക്ക് വോയിസ് മോഡുലേഷൻ കേറി അത് കേറിയിട്ട് കാണാം. സീരിയസ്ലി അത് കാണാന്നുള്ള സംഭവം കേറിയിട്ട് ഉണ്ടെന്ന് ഇതാ എന്റെ കൊച്ചു മുതലാളി മതിയോ വരുന്നുണ്ട്. ഏതൊക്കെ ഇനത്ര ഐറ്റംസ് ഉണ്ട് കയ്യിൽ? ശരി പിന്നെ അങ്ങനൊന്നും ഇല്ല. ഞാൻ ചുമ്മാ സൂചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കാണിക്കും. അവിടെ ആക്ട് ചെയ്യാൻ പുറത്ത് ആക്ട് ചെയ്യാതിരുന്ന് ഇങ്ങനത്തെ ഒരു കലാകാരൻ അല്ലാത്തൊരാളായിരുന്നു അല്ലെ, അറിയാത്തൊരാളായിരുന്നു. ചെയ്തു തുടങ്ങി കയറിപ്പോയത്. ശരിക്കും വീട്ടിലകത്തൊരാൾ ചെയ്തിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കലാവാസനുള്ളിൽ ചുമ്മാ തമാശക്ക് പറയുന്നതായിട്ടൊക്കെ കറുത്തമ്മയുടെ ചുമ്മാ ഉണ്ട്. ശരിക്കും ആ സ്കൂൾ കാലത്ത് പറഞ്ഞു പോയ സമയത്ത് കറുത്തമ്മ അത് ചുമ്മാ പറയുന്നതാണ് ചേട്ടൻ്റെ അടുത്ത്. അതൊക്കെ ഇതൊക്കെ ഉള്ളു, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ മിമിക്രി ഒന്നും ഉണ്ട്. ശരിക്കും ഇപ്പം നമ്മൾ ക്ലാസ്മേറ്റ്സിലൊക്കെ പറഞ്ഞ പഴയ കാലഘട്ടത്തിൽ ഓർക്കുമ്പോൾ അന്ന് സ്റ്റേജിൽ പാടിയിരുന്ന അല്ലേ ആളെ ശ്രദ്ധിച്ചിരുന്നു പറഞ്ഞ പോലെ അന്ന് ലളിതഗാനം പാടിയിട്ടുള്ള രേണുവിനെ, അന്ന് രേഷ്മ പി തങ്കച്ചനെ ശ്രദ്ധിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഇന്ന് അവർ മാറി കോണ്ടാക്ട് ഒന്നുമില്ല. അവരെവിടെയോ ഇരുന്നിട്ട് രേണുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഇവരൊക്കെ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇവർക്കൊക്കെ ഞാൻ എവിടെ ഉണ്ട്. അതങ്ങനെയാണ്, വെളിച്ചപ്പാടിന് എല്ലാവരും അറിയുമെന്ന് പറയില്ലേ? വെളിച്ചപ്പാടിന് എല്ലാവരെയും അറിയാത്തും കണക്ഷൻ ഇല്ലാത്തുള്ളൂ. അപ്പൊ ഇവരൊക്കെ രേണുവിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്ന്. വെളിച്ചപ്പാടല്ല, വെളിച്ചപ്പാടിന് എല്ലാവരും അറിയും. അതൊരു പ്രയോഗല്ലേ? ഓക്കെ. അപ്പോൾ ശരിക്കും അങ്ങനെ അറിയുന്നതുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ? ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അവർ പാടിയത് കണ്ടവർ ഒരു ഓഡിയൻസിന്റെ ഭാഗത്തായിട്ട് അവരുണ്ടായിരുന്നു അല്ലേ? സോ ആയിട്ട് അവരത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഓർമ്മ വന്നിട്ടുണ്ടാവും. 2008 അവർ തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 2008 പുറകോട്ടാ പോയത്. ആ സമയത്തേക്കല്ലേ 2004 2003 അല്ലേ? 3 കാലഘട്ടത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അന്ന് ആ സ്കൂളിന്റെ എന്തായിരുന്നു ആ പേര്? സ്കൂളിന്റെ പേര് ആ സമയത്ത് 6ാം ക്ലാസ് സെന്റ് ഏലിയസ് UP സ്കൂൾ നാലുനാക്കൽ ഉണ്ട്. ചെസ് നമ്പർ 14 അല്ലേ? രേഷ്മ പി തങ്കച്ചൻ ഓൺ സ്റ്റേജ്. ലളിതഗാനം 4 പേര് അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പാടാൻ പോവാണ്. അതില് സെക്കൻഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയ. ഫസ്റ്റ് കിട്ടിയ കുട്ടി കുറെ നാൾ കഴിഞ്ഞപ്പം മരിച്ചു പോയ ആ കുട്ടി. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, മഞ്ജു എന്ന് പറയുന്നത്. അല്ല ആ കുട്ടി എനിക്ക് ആ കുട്ടിക്ക് ഫസ്റ്റും ലളിതഗാനം ഞാൻ ഇപ്പോഴത് ഓർത്തെടുക്കാൻ കാരണം ആ കുട്ടി ഇപ്പൊ ലോകത്തിലില്ല, കുറെ നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. മഞ്ജു. അപ്പോൾ അതിനോട് ചേച്ചി അത് ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുന്ന ഞാൻ അത് ഒരു വയസ്സിന് മൂത്തത് അങ്ങനെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് അങ്ങനെ ലളിതഗാനത്തിന്. ചെസ് നമ്പർ 14 രേഷ്മ പി തങ്കച്ചൻ ഓൺ സ്റ്റേജ്. യെസ്, ലളിതഗാനം 2 ലൈൻ 4-8 ആവാം. അതെനിക്ക് ഓർക്കുന്നില്ലല്ലോ. ഓർക്കണ വരെ പാടി തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി വരെ ഓർമ്മ വരുന്നതാണ്. അന്ന് പാടിയതല്ലേ, പിന്നെ ഇഷ്ടമുള്ള ഓർമ്മ വരുന്ന വരെ മതി. അന്ന് പാടിയ പാട്ടാണോ? എൻ്റെ അമ്മേ. പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, അത്ര ഓർക്കുന്നുള്ളൂ. അടിപൊളിയായിട്ട് പാടി വന്നത് രണ്ടുപേരും കൂടി പാടും. സീരിയസ്ലി പാട്ടാണത്. നല്ല സീരിയസ്ലി നല്ല രീതിയിലേക്ക് പാടി വന്ന പാട്ട് രണ്ടുപേരും കൂടി. സീരിയസ്ലി രണ്ടുപേരുടെ ഓർത്ത കിട്ടും. നല്ല രീതി. ഓക്കെ, ഓർത്താ പാടാം.
പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി പാൽമഞ്ഞു കോടിയുടുത്തു ഞാൻ മുറ്റത്തെ പാരിജാതച്ചോട്ടിൽ വന്നു ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു. സീരിയസ്ലി പണ്ടത്തെ പാട്ടാ. കാരണം അതാ പറഞ്ഞു ഇപ്പൊ കറക്റ്റ് ആയില്ല. അത് പാടി തുടങ്ങുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരുന്നു പറഞ്ഞ പോലെ എപ്പറ്റിയോ ഒരു ഫ്രാക്ഷൻ സെക്കൻഡിൽ അവിടെ സ്റ്റേജിലാന്നുള്ള ഒരു ആവേശം വന്നില്ലേ, കയറി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിക്കും മറ്റേ പറഞ്ഞ പോലെ രാമനാഥനെ അറിയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇതും വശമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കുറെ ഉണ്ടല്ലോ കയ്യില്. ഇതൊക്കെ എന്താ പുറത്തോട്ട് ഇറക്കാത്ത അപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയയിൽ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിനുള്ള ഉത്തരവാണ്. ഞാൻ ഇത് ഇങ്ങനെ വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ലല്ലോ. ഓക്കെ ഓക്കെ. ആ പക്ഷെ വന്നു, അതൊരു നിമിത്തമാണ്, സംഭവിച്ചു. നമ്മളൊരു അഭിനേത്രി എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഇത്രയും കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശരിക്കും സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നില്ല പുറത്തോട്ട്? എന്തിനാ അങ്ങനെ? വരട്ടെ, ഇങ്ങോട്ട് അവസരങ്ങൾ വന്നാൽ ഞാൻ ഓക്കെ ഉണ്ട്. ഞാൻ അവസരങ്ങൾ ചോദിച്ചെങ്ങും പോകാറില്ലല്ലോ, ഇന്ന് വരെയും പോയിട്ടില്ല. പക്ഷേ സീരിയസ്ലി ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പാടി എന്നുള്ള സാധനം. അപ്പോൾ ചുമ്മാ അല്ല അടുപ്പിച്ച് ഫസ്റ്റ് അടിച്ചായിരുന്നേ എന്നുള്ളത് അല്ലേ, ബാക്ക് ടു ബാക്ക് എന്നുള്ള രീതിയിലേക്കുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. യെസ്, ശരിക്കും എപ്പോഴും എന്തൊരു വിഷയത്തിനും രണ്ട് രീതിയിലേക്ക് പറയാറുണ്ടല്ലേ. എത്രയൊക്കെ ഇപ്പോൾ വന്നാലും അല്ലെങ്കിൽ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായാൽ പോലും രേണുസുതി കരുന്നില്ല ഒരുപാട് ഒരു വിഭാഗം കുറേ അധികം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഒരുപാട് സമൂഹത്തിലെ നല്ല നല്ല നിലയ്ക്കുള്ള ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിനൊക്കെ. മെസ്സേജ് ചെയ്യാറുണ്ടോ? ഐ മീൻ അവരൊക്കെ വിളിക്കാറുണ്ടോ? പിന്നെ വിളിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാറുണ്ട്. മെസ്സേജ് അയക്കുമ്പോൾ, അതായത് മെസ്സേജ് അയക്കുമ്പോൾ നീ ധൈര്യമായിട്ട് പോകും, ഞങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ എനിക്ക് ഈ അടുത്ത് കണ്ടൊരു വീഡിയോ ആയിരുന്നു, എനിക്കത് കാണിക്കണമെന്ന് തോന്നി. പറയാറുണ്ട് ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കല്ലെറിഞ്ഞു ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ കല്ലെറിയട്ടെ എന്നുള്ളത്. പക്ഷേ കല്ലെറിയുന്നതിന് മുഴുവൻ പാപം ചെയ്തുള്ളവരാണ്. അതെ, അറിയോ? ഐ മീൻ പേഴ്സണൽ അറിയുന്ന ആളാണ് സിംഗിൾ ബോബൻ ചേച്ചി. ചേച്ചിനെ ഞാൻ പരിചയപ്പെടുന്നത് ബാദുക്ക ഇല്ലേ, നമ്മുടെ പ്രൊഡ്യൂസർ, ബാദുക്കയുടെ വൈഫ് മഞ്ജു ചേച്ചി ഞാൻ നല്ല കൂട്ടാണ്. ചേച്ചിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്, സിംഗിൾ ബോബൻ ചേച്ചി. ഈ ചേച്ചീൻ്റെ 2 വീഡിയോസിൽ എന്നെപ്പറ്റി നല്ല കാര്യങ്ങളൊക്കെ നല്ല കാര്യം, സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ എന്നെ ശരിക്കും മനസ്സിലാക്കിയ ഒരു സ്ത്രീ, അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർ സംസാരിച്ച ഒരു സ്ത്രീയാണ് ഈ ചേച്ചി. അപ്പോൾ ഈ ചേച്ചീൻ്റെ അച്ചാർ കമ്പനിയിലേക്ക് എന്നെ ഒരു ദിവസം മഞ്ജു ചേച്ചി കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരുപാട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അനുശ്രീ ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് പുതിയ അവരുടെ ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്തു HR-ൻ്റെ. അപ്പോൾ ചേച്ചി അന്ന് എന്നെ ക്ഷണിച്ചായിരുന്നു, ഗസ്റ്റായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി. അപ്പോഴാണ് മീഡിയ ചോദിക്കുന്നത്, ചേച്ചി എന്നെ പറ്റി ചോദിക്കുന്നത്. അന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ആ സമയത്ത് സംസാരിച്ചാണ്. സത്യമല്ലേ ചേച്ചി പറയുന്നത്? അതെ, ശരിക്കും ആ വാക്കുകൾ ഭയങ്കര എന്നെ ഞാനും കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്, ഈ വാക്കുകൾ ചേച്ചി പറഞ്ഞത്. കാണാറുണ്ടല്ലേ? അങ്ങനല്ല, നമ്മൾ അന്ന് തിരിച്ചു വരുമ്പോ ഇതെല്ലാം ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മളെല്ലാം സംസാരിക്കുന്നു. ദേ ചേച്ചി പറഞ്ഞ എന്താന്ന് നോക്കാൻ പറഞ്ഞു, ഞാൻ മാറിയിരിക്കുവായിരുന്നു, കേട്ടില്ല ചേച്ചി പറഞ്ഞ എന്താന്ന്. പക്ഷെ ഭയങ്കര അടുത്ത് നിന്നിട്ട് ചേർത്ത് നിർത്തി പറഞ്ഞ വാക്കുകളാ ശരിക്കും. അത് കേൾക്കുമ്പോ അനുശ്രീ ആയിട്ടും അവിടെ വെച്ചിട്ട് ആള് ചേർത്ത് നിർത്തി, ഭയങ്കര സന്തോഷമായി. അതൊക്കെ ഈ കല്ലെറിയലുടെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തലുകളുണ്ട്. അപ്പോൾ ഇതുപോലെ തുടർന്ന് പോട്ടെ. കുറേ അധികം ലളിതഗാനങ്ങളും പാട്ടുകളും ഡാൻസുകളും അല്ലെ കാണാൻ പാവട്ടെ. മിമിക്രിയും ജയനും ഷീലയും ഒക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ പോയിട്ട് കപ്പെടുത്ത് വന്നിട്ട് കാണാം. ആയിക്കോട്ടെ, ശരി.